മൃഗസംരക്ഷണ വകുപ്പ് 5 വർഷത്തേക്ക് പ്രഖ്യാപിക്കപ്പെട്ട അതിബൃഹത്തായ കേന്ദ്ര പദ്ധതികളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. എൻ്റെ കർത്തവ്യം നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും ബാക്കി മഹത് വ്യക്തിത്വങ്ങൾക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ വെബിനാറിനെ പറ്റി ആമുഖമായി 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. ഒന്ന്, ഇത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി കൂടെയുള്ള പദ്ധതികളാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഓഫീസിലുള്ള പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഡൽഹിയിൽ പോയി കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച ചെയ്യുകയും അതനുസരിച്ച് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന ഒരു പ്രമുഖ പദ്ധതി കേരളത്തിലേക്ക് നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യ പ്രകടന ക്ഷണം നടത്തുന്നതാണ്. അതനുസരിച്ച് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട നമ്മുടെ കർഷകർക്കും സംരംഭകർക്കും അതിന് വേണ്ടുന്ന അപേക്ഷകളൊക്കെ KLD ബോർഡ് വഴിയോ മൃഗസംരക്ഷണ വകുപ്പ് വഴിയോ ഒക്കെ സമർപ്പിക്കാവുന്നതാണ്. വളരെ ബൃഹത്തായ പദ്ധതികളാണ്, ചെറുകിട പദ്ധതികളല്ല. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർമ്മ വേണം. അതുപോലെ ഈ വെബിനാറിൽ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ഈ 2 പദ്ധതികളെ പറ്റി, അതിലെന്തൊക്കെ നമുക്ക് ഉൾക്കൊള്ളിക്കാം, എങ്ങനെയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്, എവിടെ സമർപ്പിക്കണം, അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഈ പദ്ധതികളിലേക്ക് ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. പ്രശ്നങ്ങൾ നമുക്ക് നിരവധി ഉണ്ടാകും. അത് നമുക്ക് മറ്റു വേദികളിൽ നമുക്ക് അവതരിപ്പിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ ഒരു കാര്യം ഇവിടെ പറയുകയാണ്. മാത്രമല്ല, ഇത് ഇന്നിവിടെ ഈ വെബിനാർ ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മിനിസ്റ്ററുടെ ഓഫീസുമാണ്. കാരണം പല പദ്ധതികളും നമ്മുടെ പ്രിയപ്പെട്ട കർഷകരും സംരംഭകരും ഉദ്യോഗസ്ഥരും അറിയപ്പെടാതെ പോകുന്നുണ്ട്. അത് നമ്മുടെ കർഷകർക്കും മറ്റുള്ളവർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അത് വരാതിരിക്കുവാനും കൂടിയാണ് ഇപ്പോൾ ഈ തടസ്സങ്ങളും കോവിഡിന്റെ പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞ് ഒരുപാട് വ്യക്തികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. ധാരാളം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളുണ്ടെന്ന് ഗവൺമെന്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു വെബിനാർ ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മൾ തയ്യാറായതും. ധാരാളം അപേക്ഷകൾ ഇപ്പോൾ ആളുകൾ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞു. നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇന്ന് ഇത് സംസാരിക്കുമ്പോൾ ദയവ് ചെയ്ത് ബാക്കിയുള്ളവർ ഒന്ന് മ്യൂട്ട് ചെയ്യുക. എല്ലാവർക്കും എത്ര സമയമായാലും സംശയങ്ങൾ ദൂരീകരിച്ച ശേഷമേ ഈ വെബിനാർ അവസാനിക്കുകയുള്ളൂ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ വെബിനാറിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയയായ സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വെറ്ററിനറി യൂണിവേഴ്സിറ്റി വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മാഡം കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. ഈ വെബിനാറിന് വേണ്ടി മുൻകൈ എടുക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരികയും ഇന്നിവിടെ ഇത് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി മാഡത്തിനെ എല്ലാവരുടെ പേരിലും KLD ബോർഡിന്റെ പേരിലും മൃഗസംരക്ഷണ വകുപ്പിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ വെബിനാറിന്റെ ആശയങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അനിൽ ഗോപിനാഥ് സാറാണ്. അദ്ദേഹം ധാരാളം ഇതിനുവേണ്ടി ഞങ്ങളുടെ പുറകെ നിന്ന് ഇതിന്റെ പവർ പോയിന്റ് പ്രസന്റേഷൻസ് എല്ലാം നോക്കി ഒരുപാട് ഗ്രൂപ്പുകളിലേക്ക് അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ ലിങ്കുകൾ. ധാരാളം നമ്പറുകളും അദ്ദേഹം തന്നു. കൂടുതൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അതിന്റെ പിന്നിൽ. ബഹുമാനപ്പെട്ട അനിൽ ഗോപിനാഥ് സാറിനെയും എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മന്ത്രിയുടെ ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ ഡോക്ടർ ബിമല സൂര്യ മാഡം, സുനിൽകുമാർ സാറ്, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ബിജു സാറ്, അവരെല്ലാം KLD ബോർഡിന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ഇവിടെ ഈ വെബിനാർ നയിക്കുന്നത് KLD ബോർഡിന്റെ ഓരോ വിഭാഗത്തിന്റെയും തലവന്മാരാണ്. ഡോക്ടർ രാജീവ് ജനറൽ മാനേജർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഫോഡറിന്റെ ഹെഡായ DGM ഫോഡർ ഡോക്ടർ ജ്യോതിഷ് കുമാറാണ്. ഈ ദേശീയ കന്നുകാലി മിഷൻ പദ്ധതിയിലെ 2 ഫോഡർ സ്കീമുകളെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നതാണ്. സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ, ലോണിന്റെ കാര്യങ്ങൾ, അതിനെയൊക്കെ പറ്റി ക്ലിയർ ചെയ്യുന്നതിന് KLD ബോർഡിന്റെ ഫിനാൻസിന്റെ ഹെഡ് ശ്രീ വിപിൻ കുമാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന്റെ ബാക്കി സാങ്കേതിക കോർഡിനേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ഞങ്ങളുടെ ബയോടെക്നോളജി വിഭാഗം മേധാവി ഡോക്ടർ സജീവ് കുമാർ,
ഞങ്ങളുടെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൻ്റെ ഹെഡ് ശ്രീ ഉദയകുമാർ, ബാക്കി സാങ്കേതിക വിദഗ്ധർ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വെബിനാർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീമതി ചിഞ്ചുറാണി മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട KLD ബോർഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ബഹുമാന്യനായ ഡോക്ടർ ജോസ് ജെയിംസ്, ഈ വെബിനാർ നയിക്കുന്ന KLD ബോർഡിൻ്റെ ജനറൽ മാനേജർ ഡോക്ടർ R രാജീവ്, അതുപോലെ തന്നെ KLD ബോർഡിൻ്റെ ഫോർഡറിൻ്റെ ചാർജുള്ള DGM ഡോക്ടർ ജ്യോതിഷ് കുമാർ, ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന DGMൻ്റെ ശ്രീ വിപിൻ കുമാർ, KLD ബോർഡിൻ്റെ തന്നെ DGM ഡോക്ടർ D സജീവ് കുമാർ, പ്രിയപ്പെട്ട KLD ബോർഡിൻ്റെ മാനേജർ ശ്രീ KS ഉദയകുമാർ, നമ്മുടെ PS അനിൽ ഗോപിനാഥ്, നമ്മുടെ ഓഫീസിൽ നിന്ന് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പ്രിയങ്കരായ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KLD ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ, ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ ഒട്ടേറെ സംരംഭങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുതിയ ചില പദ്ധതികൾ നമ്മുടെ കേരളത്തിൽ തൊഴിലില്ലാതെ നിൽക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുവാൻ കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വെബിനാറിലൂടെ ഇന്ന് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റും കൂടി ചേർന്നുകൊണ്ട് നടപ്പിലാക്കുവാൻ പോകുന്ന ഈ പദ്ധതികൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഡൽഹിയിൽ നമ്മുടെ കേന്ദ്ര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ഉൾപ്പെടെ നമുക്ക് കാണുവാനുള്ളൊരവസരവും കേരളത്തിന് വേണ്ടിയിട്ട് ചില പുതിയ പ്രോജക്റ്റുകളൊക്കെ തന്നെ ഞങ്ങളവിടെ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതിൽ പലതും അംഗീകാരം കിട്ടാൻ പറ്റാവുന്ന തരത്തിലേക്കായിട്ടുണ്ട്, പലതും ഇംപ്ലിമെൻറ്റ് ചെയ്യുവാൻ പറ്റാവുന്ന സ്റ്റേജിലേക്കും വന്നിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വരാൻ പോകുന്ന ഈ 2021-22 വാർഷിക പദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന തരത്തിൽ ഞങ്ങളിതിൻ്റെയൊക്കെ ആലോചനകൾ കേരളത്തിൽ ഈ വകുപ്പുമായി ചേർന്നുകൊണ്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നിവിടെ കേന്ദ്ര പദ്ധതികളായിട്ടുള്ള ദേശീയ കന്നുകാലി മിഷൻ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്നിവ 2021 അതുപോലെ തന്നെ 22 മൃഗസംരക്ഷണ മേഖലകളിൽ സ്വകാര്യ സംരംഭകർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ കോഴി വളർത്തൽ, പന്നി വളർത്തൽ, അതുപോലെ തന്നെ ആട് വളർത്തൽ, കന്നുകാലി നമ്മുടെ തീറ്റ അതെങ്ങനെ നമുക്ക് നടപ്പിലാക്കാൻ പറ്റും, കന്നുകാലി വർധനവിനായിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോവുകയാണ്. ഈ പദ്ധതികൾ പലതും കേരളത്തിൻ്റെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് തന്നെ ഉണർവേകാൻ പറ്റാവുന്ന തരത്തിലുള്ളതാണ്. രോഗവിമുക്തമായ ഉൽപാദന ശേഷി കൂടിയ പശുക്കളെ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് തന്നെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുവാൻ പാകത്തിൽ കന്നുകാലി വർധനവിനായുള്ള ഫാമുകൾ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപ വരെ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. കൂടാതെ കോഴി, ആട്, പന്നി എന്നിവയുടെ ഫാമുകൾ സ്ഥാപിക്കുന്നതിന് തീറ്റപ്പുൽ കൃഷി വ്യാപകമായ നിലയിൽ നമുക്ക് നടപ്പിലാക്കാൻ, സൈലേജ്, അതുപോലെ തന്നെ ഫോഡർ ബ്ലോക്ക്, അത്തരത്തിലുള്ള നിർമ്മാണ യൂണിറ്റുകൾ എന്നിവ സ്ഥാപിക്കുന്നതിനും 50% വരെ സബ്സിഡി കൊടുക്കുന്ന പദ്ധതികളും ഇതിനകത്തുണ്ട്. ഈ പദ്ധതികളുടെ വിശദമായ വിവരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെയും നവ സംരംഭകരെയും ഉദ്യോഗസ്ഥരെയും അറിയിക്കുന്നതിനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമാണ് ഈ വെബിനാർ KLD ബോർഡ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന് ആവശ്യമായ കന്നുകാലി സമ്പത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുവാൻ
ഈ മേഖലയ്ക്ക് കൂടുതൽ വ്യക്തികൾ, സംരംഭകർ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവർക്ക് കടന്നു വരുവാനുമുള്ള ഒരവസരവും ഇവിടെ സംജാതമാവുകയാണ്. ഈ പദ്ധതികൾ നടപ്പിലാക്കുക വഴി സംസ്ഥാനത്തെ പാൽ, മുട്ട, ഇറച്ചി ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കുവാനും കേരളം ഭക്ഷ്യസുരക്ഷയിലേക്ക് അതിവേഗം മുന്നേറാനും കഴിയുമെന്ന് എനിക്കുറപ്പാണ്. പദ്ധതികളുടെ വിശദമായ മാർഗനിർദ്ദേശങ്ങളും അവ ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ഇന്നിവിടെ അവതരിപ്പിക്കും. കർഷക സുഹൃത്തുക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഈ വെബിനാർ വളരെ സന്തോഷപൂർവ്വം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഒരു ചെറിയ കാര്യം കൂടെ ഇവിടെ പറയാനുണ്ട്. ഇതിലൊരു രണ്ടാമത്തെ പദ്ധതി രാഷ്ട്രീയ ഗോകുൽ മിഷൻ്റെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ദേശീയ ക്ഷീരവികസന ബോർഡാണ്, അതായത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആനിമൽ ബ്രീഡിംഗ് മാനേജർ ഡോക്ടർ സന്തോഷ് ശർമ്മയും ഇന്ന് നമ്മോടൊപ്പം ഈ വെബിനാറിലുണ്ട്. അപ്പോൾ ആ വിഭാഗത്തിലേക്ക് പോകുമ്പോൾ NDDBയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വ്യക്തതയും അദ്ദേഹം തരുന്നതാണ്. അദ്ദേഹത്തെയും കൂടെ ഈ വെബിനാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ അറിവിലേക്കായിട്ട് നമ്മൾ കേരളത്തിലെ 14ാം പഞ്ചവത്സര പദ്ധതിക്ക് വേണ്ടി ധാരാളം വർക്ക്ഷോപ്പൊക്കെ നടന്നു, വർക്കിംഗ് ഗ്രൂപ്പുകൾ കഴിഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മൾ 10-ാം തീയതി മുതൽ മീറ്റിംഗ് തുടങ്ങുന്നതായി പ്ലാനിംഗ് ബോർഡ് അറിയിച്ചിട്ടുണ്ട്. KLD ബോർഡും ഒരു 7 പദ്ധതികൾ നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടും പ്ലാനിംഗ് ബോർഡിൻ്റെ റിപ്പോർട്ടിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി 7 പദ്ധതികൾ ഞങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പകർപ്പ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ അവസരത്തിൽ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകുകയാണ്. നമ്മുടെ സെമിനാറിൽ കൊണ്ടുവന്നില്ലേ, ഇത് വേണ്ടേ? ഇച്ചിരി നോക്കട്ടെ, തുടങ്ങിട്ട്. അപ്പോൾ നമ്മുടെ സ്ലൈഡുകൾ ഷെയർ ചെയ്യുന്നതിന് തുടങ്ങുകയാണ്. നമ്മൾ നേരെ വെബിനാറിലേക്ക് കടക്കുന്നു. പ്രധാനമായും 2 പദ്ധതികൾ, കേന്ദ്ര പദ്ധതി. ഒന്ന് ദേശീയ കന്നുകാലി മിഷൻ അഥവാ നാഷണൽ ലൈവ് സ്റ്റോക്ക് മിഷൻ. ഈ പദ്ധതികളുടെ കീഴിൽ വരുന്ന പദ്ധതികൾ എല്ലാം തന്നെ ഇവിടെ ഇതിന്റെ ബന്ധപ്പെട്ട എക്സ്പെർട്ടുകളുണ്ട്, അവർ അവതരിപ്പിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ രാഷ്ട്രീയ ഗോകുൽ മിഷന്റെ ആ വലിയ പ്രോജക്റ്റ് 4 കോടിയുടെ പ്രോജക്റ്റും സംസാരിക്കുന്നതാണ്. അപ്പോൾ വിഷയം അവതരിപ്പിക്കുന്നത് NLMന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ്, ഡോക്ടർ ജ്യോതിഷ് കുമാറാണ്. അപ്പോൾ ഞാൻ ഈ മൈക്ക് ഡോക്ടർ രാജീവിന് നൽകുന്നു. സ്ക്രീൻ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്, സ്ലൈഡ്സ്. താങ്ക് യു സർ. നമ്മുടെ ഈ വെബിനാർ ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത് നമ്മളെ അഭിസംബോധന ചെയ്ത സമാരാധ്യയായ വകുപ്പ് മന്ത്രി ശ്രീ ചിഞ്ചുറാണി മാഡം, മഹനീയ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് സമ്പൂർണ്ണമാക്കിയ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീ അനിൽ ഗോപിനാഥ് സർ, മന്ത്രിയുടെ സ്റ്റാഫ്, KLD ബോർഡിലെ എൻ്റെ സഹപ്രവർത്തകർ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന മൃഗസ്നേഹികളായ കർഷക സുഹൃത്തുക്കളെ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മളിവിടെ നേരത്തെ പറഞ്ഞ സ്കീമിലെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ആമുഖമായിട്ട് 2 ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് പറയുകയാണ്. ആദ്യമായി, എന്തുകൊണ്ട് ഈ വെബിനാർ ഇവിടെ ഞങ്ങൾ അറേഞ്ച് ചെയ്തു? ഉത്തരം ഇവിടെ തന്നെയുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിയുടെ നിർദ്ദേശവും താല്പര്യവും കൊണ്ടാണ് ഇങ്ങനൊരു വെബിനാർ ഇവിടെ ഓർഗനൈസ് ചെയ്തത്. അടുത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് ഈ വെബിനാർ? നമ്മളിവിടെ പറഞ്ഞു,
മൃഗസംരക്ഷണ മേഖലയിലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നമ്മുടെ സംരംഭകരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ അവരിൽ കൂടെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ഒരു മഹത്തരമായ ഉദ്യമമാണ് ഇതിലൂടെ ചെയ്യുന്നത്. ആദ്യമായി ഇവിടെ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞ 2 പ്രധാന സ്കീമുകൾ. ആദ്യം പറഞ്ഞ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ദേശീയ കന്നുകാലി മിഷൻ എന്ന പദ്ധതി. ഇതിൽ ആദ്യഘട്ടം 2021-22 പീരീഡിലാണ്. ഇതിലെ ഉപപദ്ധതികൾ മുൻപ് പറഞ്ഞ കോഴി വളർത്തൽ, ആട് വളർത്തൽ, പന്നി വളർത്തൽ, തീറ്റപ്പുൽ സംസ്കരണം എന്നിവയിലാണ്. ആദ്യമായി ഇതിൽ എന്താണ് പ്രയോജനം ലഭിക്കുക? നമ്മുടെ ഈ 4 പദ്ധതികളുടെ വിഭാഗത്തിൽ പ്രധാനമായും പറഞ്ഞാൽ 50% വരെ ബാങ്ക് എൻഡഡ് സബ്സിഡി കേന്ദ്ര സർക്കാരിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. അപ്പോൾ എന്താണ് ബാക്ക് എൻഡഡ് സബ്സിഡി? നമുക്കറിയാം, ഫ്രണ്ട് ലൈൻ സബ്സിഡികളെ പറ്റി നമുക്കറിയാം. അതായത് ഒരു സബ്സിഡി സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉപഭോക്താവിന് സബ്സിഡി ലഭിച്ച് അതിനുശേഷം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ബാക്ക് എൻഡഡ് സബ്സിഡിയാണ്. ബാക്ക് എൻഡഡ് മൂലധന സബ്സിഡി, അതായത് ക്യാപിറ്റലിന് മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ. ഇതിൽ ഉപഭോക്താവ് ആദ്യമായി എവിടെ നിന്നാണോ ലോൺ സംഘടിപ്പിക്കുന്നത് അവർക്ക് ലോൺ കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ സബ്സിഡി കോമ്പണന്റ് ലഭിക്കുകയുള്ളൂ. അതായത് സബ്സിഡി കോമ്പണന്റ് 1, 2, 3 ഭാഗങ്ങളിലായിട്ടായിരിക്കും ലഭിക്കുക. എന്നാൽ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷനിൽ 2 ഭാഗമായിട്ടാണ്, 2 ഘട്ടമായിട്ടാണ് സബ്സിഡി കോമ്പണന്റ് ലഭിക്കുക. അതിലേക്ക് പുറകെ വരും. ഈ സബ്സിഡിക്ക് കേന്ദ്ര സർക്കാർ ഒരു പരിധി വച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു 50% സബ്സിഡി കിട്ടുക. അത് ഓരോ ഉപപദ്ധതികളും, നേരത്തെ പറഞ്ഞ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷനിൽ ഉണ്ട് 4 ഉപപദ്ധതികളിൽ കിട്ടുന്ന സബ്സിഡി പരിധിയാണ് ഇവിടെ പറയുന്നത്. കോഴി വളർത്തൽ, ഗ്രാമീണ മേഖലയിൽ ഉള്ള കോഴി വളർത്തൽ എന്ന പ്രോഗ്രാമിന് അല്ലെങ്കിൽ പ്രോജക്റ്റിന് 25 ലക്ഷം രൂപയാണ് മാക്സിമം, പരമാവധി കിട്ടുന്ന സബ്സിഡി. അതായത് 50 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ബാക്ക് എൻഡഡ് ആയിട്ട് നമുക്ക് 25 ലക്ഷം രൂപയാണ് സബ്സിഡിയായി നൽകുക. രണ്ടാമത്തെ പദ്ധതി ആട് വളർത്തൽ. ഇതിൽ 1 കോടി രൂപ വരെയും ചിലവാക്കുന്ന പദ്ധതിയാണെങ്കിൽ നമുക്ക് 50 ലക്ഷം രൂപ സബ്സിഡിയായി കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കും. പന്നി വളർത്തൽ 60 ലക്ഷം രൂപ വരെയുള്ള പദ്ധതിയാണെങ്കിൽ അതിന് 30 ലക്ഷം രൂപ സബ്സിഡി കോമ്പണന്റായി ലഭിക്കുന്നു. അതുപോലെ തന്നെ തീറ്റപ്പുൽ സംസ്കരണം, ഇത് 1 കോടി രൂപ വരെ ചിലവ് വരുന്ന ഒരു പൂർണ്ണ പദ്ധതിയാണെങ്കിൽ അതിന് 50 ലക്ഷം രൂപയാണ് സബ്സിഡിയായി കിട്ടുക. ഇതാണ് സബ്സിഡിക്ക് കിട്ടുന്ന, പരമാവധി കിട്ടുന്ന സബ്സിഡി. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം അംഗീകരിക്കുന്ന മുറയ്ക്ക് സബ്സിഡിയുടെ ആദ്യ ഇൻസ്റ്റാൾമെന്റ്, നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഈ പദ്ധതിയുടെ ഗുണം ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സംരംഭകരിലേക്ക് എത്തുക എന്നതാണ് വിശദീകരിക്കുന്നത്. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം അംഗീകരിക്കുന്ന മുറയ്ക്ക് സബ്സിഡിയുടെ ആദ്യ ഇൻസ്റ്റാൾമെന്റ്, അതായത് സബ്സിഡി തുകയുടെ പകുതി 50% സംരംഭകന്റെ ബാങ്കിൽ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതാണ്. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം വഴിയാണ് കേന്ദ്ര സർക്കാർ നമ്മുടെ, അതായത് സംരംഭകന്റെ ബാങ്കിലേക്ക് ഈ പണം നിക്ഷേപിക്കുന്നത്. അതിനായി സംരംഭകന് അനുവദിച്ച ലോണിന്റെ ആദ്യ ഗഡു ബാങ്ക് സംരംഭകൻ നൽകി എന്ന് കൃത്യമായ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റ്, അതായത് ബാക്കിയുള്ള 50%, സബ്സിഡി തുകയുടെ 50% സംരംഭകന്റെ ബാങ്കിലേക്ക് വരുന്നതിന് വേണ്ടി ഈ പ്രോജക്റ്റ് പൂർണ്ണമായി പൂർത്തീകരിച്ചു എന്ന് അതായത് ഈ പദ്ധതികൾ 4 പദ്ധതികളും കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് എന്ന സ്ഥാപനവും അഥവാ മൃഗസംരക്ഷണ വകുപ്പുമാണ്. കേരള മൃഗസംരക്ഷണ വകുപ്പുമാണ്. ഈ പറഞ്ഞ ഇംപ്ലിമെന്റിംഗ് ഏജൻസി, അതായത് നടപ്പിലാക്കുന്ന
സ്ഥാപനങ്ങൾ വഴി കേന്ദ്ര സർക്കാരിന് അറിയിപ്പ് ലഭിക്കണം. അതായത് ഈ പ്രോജക്റ്റുകൾ പൂർണ്ണമായി സംരംഭകൻ നടപ്പിലാക്കിയെന്ന്. അങ്ങനെ വരുന്ന മുറയ്ക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ഗഡു സംരംഭകരിലേക്ക് എത്തുന്നതാണ്. ആദ്യം പറഞ്ഞ സംരംഭകൻ ആരൊക്കെയാണ് സംരംഭകരായി ഇതിൽ വരാവുന്നത് എന്ന് നമുക്ക് സ്വകാര്യ വ്യക്തികൾക്ക് വരാം, സ്വയം സഹായ സംഘങ്ങൾ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, അതായത് കുടുംബശ്രീ പോലെയുള്ള സംഘങ്ങൾക്ക് വരാം, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ. ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളാകാം, രജിസ്റ്റർ, അതായത് കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളാകാം, അതുപോലെ തന്നെ ഫാർമേഴ്സ് കോഓപ്പറേറ്റീവ്സ് ആകാം, അതുപോലെ തന്നെ ഫാർമേഴ്സ് സൊസൈറ്റികളാകാം. ഇതെല്ലാം ചേർന്നതാണ് ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷന് പെട്ട നേരത്തെ പറഞ്ഞ ഘടകങ്ങൾക്കെല്ലാം ഇതിൽ സംരംഭകരായി വരാം. അതുപോലെ തന്നെ സെക്ഷൻ 8 കമ്പനികൾ, കേന്ദ്ര സർക്കാരിൻ്റെ 2013 കമ്പനി ആക്ടിലെ സെക്ഷൻ 8 പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികൾ. ഇത് നോൺ പ്രോഫിറ്റ് കമ്പനികളായിരിക്കും, ചാരിറ്റബിൾ കമ്പനികളായിരിക്കും. ഇവയ്ക്കും ഇതിൻ്റെ പരിധിയിൽ വരാവുന്ന സംരംഭകർ എന്ന പരിധിയിൽ വരാവുന്നതാണ്. അടുത്ത എന്തൊക്കെയാണ് അടുത്ത യോഗ്യത? ഫാമുകളിൽ കോഴി, ആട്, പന്നി എന്നിവ വളർത്തി അനുഭവ പരിചയം ഉണ്ടാകണം. അഥവാ അവയ്ക്ക് പരിശീലനം കിട്ടിയിടണം. ഒന്നില്ലെങ്കിൽ ഇവർ കൃത്യമായി അവരുടെ ഫാമുകളിൽ കോഴി, ആട്, പന്നി എന്നിവയെ വളർത്തിയുള്ള പരിചയം വേണം. അതല്ലെങ്കിൽ അവർക്ക് ഇപ്രകാരത്തിലുള്ള ഫാമിംഗ് നടത്തിയതിൻ്റെ പരിശീലനം ലഭിച്ചിരിക്കണം. അടുത്തത് ഉചിതമായ സ്ഥലത്ത് ആവശ്യമായ സ്ഥലം അപേക്ഷകൻ ഒരുക്കേണ്ടതാണ്. സ്ഥലം സ്വന്തമായിട്ടാകാം, അഥവാ ലീസ് വ്യവസ്ഥയിൽ ആയിരിക്കാം. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞു മൂലധനത്തിന് വേണ്ടിയുള്ള സബ്സിഡിയാണ് ഇതിൽ ലഭിക്കുക. സ്ഥലത്തിൻ്റെ വിലയോ ലീസ് തുകയോ ഒന്നും ഇതിനകത്ത് ഈ പ്രോജക്റ്റിലെ സബ്സിഡി കോമ്പണൻ്റ് ആയിട്ട് ഒരു കാരണവശാലും വരില്ല. അടുത്ത യോഗ്യത, ഈ പദ്ധതി ചെറിയ പദ്ധതികളല്ല, വലിയ ഫാമിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ്. അതായത് കോഴി ഫാം എന്ന് പറഞ്ഞാൽ 1000 പിടക്കോഴികളും 100 പൂവൻ കോഴികളും ചേർന്ന ഒരു ഫാമാണ് മിനിമം ആയിട്ട് സംരംഭകൻ ചെയ്യേണ്ടത്. ആട് ഫാം ആണെങ്കിൽ 500 പെണ്ണാടുകളും 25 മുട്ടനാടുകളും ചേർന്ന ഒരു ഫാം, മിനിമമാണ് ഈ പറഞ്ഞത്. പന്നി ഫാം ആണെങ്കിൽ 100 പെൺപന്നികളും 10 ആൺപന്നികളും ചേർന്ന ഒരു ഫാം. ഇവയാണ് സംരംഭകന് വേണ്ട മിനിമം യോഗ്യത. അടുത്തതായി സംരംഭകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് ചെയ്യേണ്ടത്? അതായത് ഈ പദ്ധതിയുടെ ഗുണഫലം സംരംഭകരിൽ എത്തുന്നതിന് അവർ ചെയ്യേണ്ട പ്രഥമ ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വ്യക്തമായ ഗൈഡ് ലൈൻസ്, മാർഗനിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം വിശദമായ പദ്ധതി പ്രപ്പോസലുകൾ, അതായത് പ്രോജക്റ്റ് പ്രപ്പോസലുകൾ സംരംഭകർ തയ്യാറാക്കണം. രണ്ടാമത്, നേരത്തെ ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിൽ വരുത്തുന്ന 2 ഏജൻസികളാണ്, കേരള കന്നുകാലി വികസന ബോർഡും അതുപോലെ തന്നെ കേരള മൃഗസംരക്ഷണ വകുപ്പും. ഈ പദ്ധതികളെ പറ്റിയുള്ള എല്ലാ ഗൈഡ് ലൈൻസും ഈ 2 ഏജൻസികളുടെയും വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ ഇവർ ഇതിനു വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് താല്പര്യപത്രം ക്ഷണിക്കും. ആ ക്ഷണിക്കുന്ന മുറയ്ക്ക് സംരംഭകർ ഈ താല്പര്യപത്രം അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അത് പൂർണ്ണമായി പൂരിപ്പിച്ച് അതിനു വേണ്ട എല്ലാ രേഖകളും അടക്കം ഇതേ വെബ്സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്യണം, അതായത് സമർപ്പിക്കണം. അടുത്തത്, ഈ സംരംഭകർ ചെയ്യേണ്ടത് ബാങ്കുകൾ മുഖേന സംരംഭകർ അവർക്ക് ആവശ്യമുള്ള ഈ പദ്ധതി പ്രകാരമുള്ള ലോണുകൾ തരപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. ഒരു കാരണവശാലും ബാങ്കുകളുമായി ഈ പറഞ്ഞ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ, അതായത് നടപ്പിൽ വരുത്തുന്ന ഏജൻസികളോ സർക്കാരോ ബന്ധപ്പെടുന്നതല്ല. ഇത് സംരംഭകൻ്റെ തന്നെ പൂർണ്ണ ചുമതലയാണ് ബാങ്കബിൾ പ്രോജക്റ്റ് കൊടുത്ത് അതിന് ലോണുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത്. ഇതിലേക്കായി സംരംഭകൻ ബാങ്കുകൾക്ക് ആവശ്യമായ രേഖകളെല്ലാം KYC, ITR, ടാക്സ് റിട്ടേൺസ്, അതുപോലെ തന്നെ പെർമിറ്റ് ഈ പദ്ധതി അവരുടെ ഗ്രാമത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്ത് നൽകുന്ന പെർമിറ്റാണ്. ലൈസൻസ് ലഭിക്കേണ്ട വലിയ ഫാമുകളാണിവ.
നിയമപ്രകാരം നമ്മുടെ പഞ്ചായത്ത് ആക്ട് പ്രകാരം ലൈസൻസുകൾ കൃത്യമായി ഈ ഫാമുകൾക്ക് പഞ്ചായത്തുകൾ നൽകണം. പഞ്ചായത്തുകൾ നൽകുന്ന ലൈസൻസിന്റെ പുറത്ത് മാത്രമേ ഈ ഫാമുകൾ സംരംഭകർക്ക് അവിടെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി പ്രാഥമികമായി ലഭിക്കേണ്ട പെർമിറ്റും ഈ സംരംഭകർ ഈ ആപ്ലിക്കേഷൻ, അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് സംഘടിപ്പിച്ച് അയക്കുന്നത് നന്നായിരിക്കും. അത് ബാങ്കുകളിലും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സംരംഭകർക്ക് ലോൺ ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സർക്കാരിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പിന്റെ സബ്സിഡി പരിധി നേരത്തെ പറഞ്ഞു. കോഴി വളർത്തലിനാണെങ്കിൽ 25 ലക്ഷം രൂപയാണ് പരമാവധി സബ്സിഡി. ആട് വളർത്തലിന് 50 ലക്ഷം രൂപയാണ് പരമാവധി സബ്സിഡി. പന്നി വളർത്തലിന് 30 ലക്ഷം രൂപയാണ് പരമാവധി സബ്സിഡി. തീറ്റപ്പുൽ സംസ്കരണത്തിന് 50 ലക്ഷം രൂപ. ഈ സബ്സിഡി പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഗുണഭോക്താക്കൾക്ക് അവർ ലോൺ എടുക്കുന്ന ബാങ്കിൽ നൽകുന്നതാണ്. അതായത് എത്രയാണോ അവർക്ക് ലഭിക്കുന്ന സബ്സിഡി, ആ സബ്സിഡി കിഴിച്ചിട്ടുള്ള പ്രോജക്റ്റ് കോസ്റ്റ്, അതായത് 50% സബ്സിഡിയും 50% ലോണിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ്. അതായത് പ്രോജക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് പൂർണ്ണമായ എല്ലാ സാമ്പത്തിക വശങ്ങളും വച്ചിട്ടുള്ള പ്രോജക്റ്റാണ് സമർപ്പിക്കേണ്ടത് ബാങ്കിലേക്ക്. ഇതിൽ 50% മാത്രം ലോൺ അവർ സംഘടിപ്പിച്ചാൽ മതിയാകും. ബാക്കി 50% കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്ന സബ്സിഡി ആയിരിക്കും. ഏത് ബാങ്ക് വഴിയാണ് ഈ പദ്ധതിക്കുള്ള ഫണ്ട് ഇവർ സ്വരൂപിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ വേണം ആപ്ലിക്കേഷൻ നൽകുന്നതിന്. സബ്സിഡി കേന്ദ്ര സർക്കാരിന്റെ SIDBI, അതായത് സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയായിരിക്കും ലഭിക്കുന്നത്. നേരത്തെ പറഞ്ഞു, സംസ്ഥാനത്ത്, നമ്മുടെ കേരള സംസ്ഥാനത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നിർവഹിക്കുന്ന 2 ഏജൻസികളാണ് ഉള്ളത് പ്രധാനമായും. കേരള കന്നുകാലി വികസന ബോർഡും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പും. ഈ KLD ബോർഡ് ഇതിനു വേണ്ടിയിട്ടുള്ള താൽപര്യപത്രം, അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, KLD ബോർഡിന്റെ വെബ്സൈറ്റ് മുഖേന ക്ഷണിക്കുന്നതാണ്. ഈ വെബ്സൈറ്റിൽ താൽപര്യപത്രവും അതിനുവേണ്ട മറ്റു രേഖകളും അപേക്ഷയുമെല്ലാം സംരംഭകൻ സമർപ്പിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ സംസ്ഥാന നിർവഹണ ഏജൻസിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം പറഞ്ഞു, താൽപര്യപത്ര പ്രകടനം ക്ഷണിച്ച് സംരംഭകരുടെ അപേക്ഷകൾ ശേഖരിക്കുക. അതുപോലെ തന്നെ കേരള കന്നുകാലി വികസന ബോർഡിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ജില്ലാ തലത്തിലുള്ള ഓഫീസുകൾ വഴി സംരംഭകരിലേക്ക് ഇതിന്റെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസ് നടത്തുക. അതുപോലെ തന്നെ യോഗ്യരായ ഗുണഭോക്താക്കളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുക എന്നീ നടപടികൾ നടത്തേണ്ടത് നിർവഹണ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. ലഭ്യമായ അപേക്ഷകൾ സൂക്ഷ്മ പരിശോധന നടത്തി യോഗ്യമായ പ്രോജക്റ്റുകൾ ധനസഹായത്തിനായി ബാങ്കുകളിലേക്ക് നൽകുക. അതായത് ഇതിന്റെ ഒരു നെറ്റ്വർക്കിംഗ് ആണ്. ആദ്യം സംരംഭകൻ കേരള കന്നുകാലി വികസന ബോർഡിന്റെ വെബ്സൈറ്റിലേക്ക് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സമർപ്പിക്കണം. ലഭിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും, എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിന്റെ കൂടെ എല്ലാ രേഖകളും വേണം. ഈ രേഖകളെല്ലാം പരിശോധിച്ച് അതിൽ യോഗ്യമായ പ്രോജക്റ്റുകൾ, കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടുള്ള പ്രോജക്റ്റ് പ്രപ്പോസലും ഈ പറഞ്ഞ നമ്മൾ ആവശ്യപ്പെടുന്ന പ്രകടന പത്രത്തിന്റെ കൂടെ സമർപ്പിക്കേണ്ടതാണ്. ഇവയെല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് പരിശോധിച്ച് യോഗ്യമായ പ്രോജക്റ്റുകൾ കേരള കന്നുകാലി വികസന ബോർഡ് ബാങ്കുകളിലേക്ക് ശുപാർശ ചെയ്യും. ഈ ബാങ്കുകളിൽ അപ്രോച്ച് ചെയ്ത് പ്രോജക്റ്റിന്റെ ബാങ്കബിൾ, അതായത് ഒരു പ്രോജക്റ്റ് ബാങ്കബിൾ ആകണമെങ്കിൽ വിശദമായ പ്രോജക്റ്റ് റിപ്പോർട്ട് വേണം. അതുപോലെ തന്നെ ബാങ്കുകൾ ആവശ്യപ്പെടുന്ന മറ്റു രേഖകളും കൊളാട്രൽ സെക്യൂരിറ്റിക്ക് ആവശ്യമുള്ള തയ്യാറെടുപ്പുകളും സംരംഭകൻ നിർവഹിക്കേണ്ടതാണ്. ബാങ്കുകൾ അംഗീകരിച്ച് നൽകുന്ന പ്രോജക്റ്റുകൾ സംസ്ഥാനതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ അംഗീകാരത്തിന് KLD ബോർഡ് സമർപ്പിക്കും. സംസ്ഥാനതല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകരിക്കുന്ന പ്രോജക്റ്റുകൾ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ പോർട്ടലിലൂടെ കേന്ദ്ര സർക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ചെയ്യുന്നത് നിർവഹണ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. അംഗീകാരം കിട്ടിയ പ്രോജക്റ്റുകൾ തുടക്കം മുതൽ 2 വർഷക്കാലത്തേക്ക് കൃത്യമായി നിരീക്ഷിക്കുകയും നിർവഹണ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, എപ്രകാരത്തിലാണ് പ്രോജക്റ്റിന്റെ പ്രത്യേകമായ നിർദ്ദേശം ഗവൺമെന്റ് തന്നിട്ടുണ്ട്, ഏതൊക്കെ വിധത്തിലാണ് ഈ പ്രോജക്റ്റ് ചെയ്യേണ്ടത്, ആ നിർദ്ദേശപ്രകാരമാണോ ചെയ്യുന്നത് എന്നും വിശദമായ രീതിയിൽ ഈ പ്രോജക്റ്റുകൾ 2 വർഷത്തേക്ക് നിരീക്ഷിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റുകൾ ജിയോ ടാഗിംഗ് വഴി നിരീക്ഷിക്കുന്നതാണ്. ആദ്യമായി നമ്മൾ പറഞ്ഞ ഗ്രാമീണ കോഴി വളർത്തൽ സംരംഭകത്വ പദ്ധതി,
ഈ കോഴി വളർത്തലിൽ വേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഘടകങ്ങളാണ് ഇതിനകത്ത് ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ളതെന്ന് അറിയണം. ആദ്യമായി വേണ്ടത് 1000 പിടക്കോഴികളും 100 പൂവൻ കോഴികളുമുള്ള ഒരു പേരന്റ് ഫാം. ഇതിന് 3 ഘടകങ്ങളാണുള്ളത്. പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ അതിൻ്റെ സംയോജിത രൂപത്തിലാണ് ഈ പദ്ധതി. ഒന്ന് പേരന്റ് ഫാം, രണ്ടാമത് ഹാച്ചറി യൂണിറ്റ്, മൂന്നാമത് ബ്രൂഡർ മദർ യൂണിറ്റ്. ഇതിൽ പേരന്റ് ഫാമാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ, അതായത് മൂലധനത്തിനുള്ള സബ്സിഡിയാണ് തരിക. ഇതിനകത്തുള്ള മൂലധനങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ഷെഡ് നിർമ്മാണം. ഷെഡ് നിർമ്മാണം എന്ന് പറയുമ്പോൾ 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷെഡാണ് 1000 പിടക്കോഴികൾക്കും 100 പൂവൻ കോഴികൾക്കുമായിട്ടുള്ള പേരന്റ് ഫാമിന് വേണ്ടത്. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് മിനിമം നമ്പറാണ്. നമ്മുടെ നമ്പർ കൂടുന്നതനുസരിച്ച് യൂണിറ്റിന്റെ സൈസ് വർദ്ധിപ്പിക്കാം. അതായത് നമ്മൾ യൂണിറ്റ് സൈസ് എന്ന് പറയുന്ന ആ മൂന്നാമത്തെ ടേബിളിന്റെ മൂന്നാമത്തെ ഇതിനകത്തുള്ള മൊത്തം യൂണിറ്റ് സൈസ് നമുക്ക് കൂട്ടാം. എങ്ങനെയാണ് കൂട്ടുക? പറഞ്ഞ 1000 100 എന്ന പ്രപ്പോർഷന് പകരം 1500 150 ആകാം. 1500 പിടക്കോഴി ഉണ്ടെങ്കിൽ 150 പൂവൻ കോഴിക്കുള്ള ഒരു സ്കീമാണ് നിങ്ങൾ, പ്രൊജക്റ്റാണ് നിങ്ങൾ, പ്രപ്പോസലാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് സൈസ് കൂട്ടാം. പക്ഷേ യൂണിറ്റ് കോസ്റ്റ് ഒരു കാരണവശാലും, അതായത് ആ 4ാമത്തെ വിഭാഗമായ യൂണിറ്റ് കോസ്റ്റ് ഒരു കാരണവശാലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്, കേന്ദ്ര സർക്കാർ ഫിക്സ് ചെയ്തിരിക്കുന്ന തീരുമാനിച്ചിരിക്കുന്ന യൂണിറ്റ് കോസ്റ്റിന് അതിൽ വ്യത്യാസം വരുത്താൻ പറ്റില്ല. ഇനി എന്തൊക്കെയാണ് ഘടകങ്ങൾ? ഓരോ ഘടകങ്ങൾ നമുക്ക് എടുക്കാം. ആദ്യം ഷെഡ് നിർമ്മാണം. ഷെഡ് നിർമ്മാണത്തിൽ ഏതാണ്ട് 2.5 സ്ക്വയർ ഫീറ്റ് പിടക്കോഴിക്കും 4 സ്ക്വയർ ഫീറ്റ് പൂവൻ കോഴിക്കും എന്ന കണക്കിലാണ്, ഒരു പൂവൻ കോഴിക്കും എന്ന കണക്കിലാണ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റിന്റെ ഷെഡ്. അടുത്തത് 1000 ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട വൈദ്യുത ബ്രൂഡർ. അതായത് കോഴിക്കുഞ്ഞാവുന്ന സ്റ്റേജിലാണ്, കോഴിക്കുഞ്ഞ് എന്ന അവസ്ഥയിലാണ്, കുഞ്ഞുങ്ങളാകുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ 1000 പിടക്കോഴിയും പൂവൻ കോഴിയും വാങ്ങിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ: ഒന്ന് വൈദ്യുത ബ്രൂഡർ, 2 കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ഫീഡർ, അതുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കർ, മുതിർന്ന കോഴികളാകുമ്പം അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫീഡർ, അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കർ എന്നിവ ആണ് പ്രധാനമായിട്ടും ഉള്ള ഈ പറഞ്ഞ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അത് കൂടാതെ കോഴികളുടെ വില നമ്മൾ പറഞ്ഞു 1000 പിടക്കോഴികളും 100 പൂവൻ കോഴികളും. ഇതിനു വേണ്ടി ഒരു കോഴിക്ക് 90 രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് മൊത്തമായ തുക നമ്മൾ പറഞ്ഞു 8,68,700 രൂപ. അടുത്തത് ഹാച്ചറി യൂണിറ്റ്. അതായത് ആദ്യം പറഞ്ഞത് ഒരു യൂണിറ്റ്, രണ്ടാമത് പറയുന്നത് രണ്ടാമത്തെ യൂണിറ്റ്, മൂന്നാമതൊരു യൂണിറ്റ്. ഇത് മൂന്നും കൂടി ചേർന്നതാണ് പദ്ധതി. ഹാച്ചറി യൂണിറ്റ് പ്രധാനമായിട്ടും നമ്മൾ 1000 പിടക്കോഴിയും 100 പൂവൻകോഴിയും ഉള്ള പേരന്റ് ഫാമിൽ നിന്നും ഒരു ആഴ്ച 3000 മുട്ട വിരിയിക്കാനുള്ള ഹാച്ചറി യൂണിറ്റാണ് സംഘടിപ്പിക്കേണ്ടത്. ഇതിനു വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മൂലധനങ്ങൾ എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് അറിയാം. അതായത് ഹാച്ചറി കെട്ടിട നിർമ്മാണം വേണം, ഹാച്ചറിക്കുള്ള കെട്ടിടം വേണം. അതിന് 3000 സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം, അതിൻ്റെ യൂണിറ്റ് കോസ്റ്റ് കണ്ടു 200. അതുപോലെ തന്നെ ഇൻക്യുബേറ്റർ നമ്മൾ വാങ്ങിക്കണം. 15000 മുട്ട കപ്പാസിറ്റി ഉള്ള ഇൻക്യുബേറ്റർ ഒരെണ്ണം വാങ്ങിക്കാം. അതിന് വിലയായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് 4 ലക്ഷം രൂപയാണ്. അതുപോലെ തന്നെ ഒരു ഹാച്ചർ വേണം. ഇൻക്യുബേറ്ററിൽ 17 ദിവസം മുട്ട വയ്ക്കാം, ഹാച്ചറിൽ 4 ദിവസം വയ്ക്കണം. അങ്ങനെ മൊത്തം 21 ദിവസമാണ് ഹാച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള മുട്ടകൾ വയ്ക്കേണ്ടത്. അപ്പോൾ ഹാച്ചറിൻ്റെ കപ്പാസിറ്റി 5000 മുട്ട വയ്ക്കാൻ പറ്റുന്ന ഹാച്ചർ. അതിനുവേണ്ടി 2 ലക്ഷം രൂപ. കൂടാതെ ജനറേറ്റർ 15 kVA ജനറേറ്റർ. ഈ മൊത്തം സിസ്റ്റത്തിന് 13,60,000 രൂപ. മൂന്നാമത്തെ യൂണിറ്റ് ബ്രൂഡർ മദർ യൂണിറ്റ്. നമ്മൾ പറഞ്ഞു 3000 മുട്ട വിരിയിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ കണക്കാണ് ഏറ്റവും മൂലയ്ക്ക് കൊടുത്തേക്കുന്നത്. അതായത് 1000 പേരന്റ് ബേർഡിൽ നിന്നും നമുക്ക് 500 ഹാച്ചബിൾ എഗ്, മുട്ട വിരിയിക്കാൻ പറ്റുന്ന 500 മുട്ട ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ള കണക്കിൽ. അങ്ങനെ വരുമ്പോൾ ഒരാഴ്ചത്തേക്ക് 3500 വിരിയിക്കാൻ പറ്റുന്ന മുട്ടകൾ. എന്നാൽ ഈ മുട്ടകൾ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിച്ച് വേണ്ട രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ, ഗ്രേഡിങ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് 3000 മുട്ടകളായിരിക്കും ഒരാഴ്ച കിട്ടുക. ഈ 3000 മുട്ടകൾ വിരിയിക്കാൻ വെച്ചാൽ അതിൽ ഏതാണ്ട് 2200 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഈ കോഴിക്കുഞ്ഞുങ്ങളിൽ 10%
മരണപ്പെട്ടു എന്ന് വന്നാൽ 2000 കോഴിക്കുഞ്ഞുങ്ങളായിരിക്കും ഓരോ ആഴ്ചയിലും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുക. ആ 2000 കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള ബ്രൂഡർ മദർ യൂണിറ്റ് ആണ് ഇവിടെ പറയുന്നത്. ഈ കോഴിക്കുഞ്ഞുങ്ങളെ 4 ആഴ്ച വരെയും ഇതിൽ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ ഒരാഴ്ചയിൽ 2000 കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പൂർണ്ണമായി 4 ആഴ്ച വരുമ്പോഴത്തേക്ക് 8000 കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള കപ്പാസിറ്റി ഉള്ള ബ്രൂഡർ മദർ യൂണിറ്റ് ആണ് നിർമ്മിക്കേണ്ടത്. അതായത് 8000 കോഴിക്കുഞ്ഞുങ്ങളെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഷെഡ് നിർമ്മിക്കണം. ഇതിന് യൂണിറ്റ് കോസ്റ്റായി പറയുന്നത് 300 രൂപയാണ്. അടുത്തത് ഇതിലും തന്നെ വൈദ്യുത ബ്രൂഡർ വേണം. ഇത്രയും കോഴിക്കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വൈദ്യുത ബ്രൂഡർ 6 എണ്ണം നമുക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ചിക്കിന് വേണ്ടിയിട്ടുള്ള ഫീഡർ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫീഡർ, ഡ്രിങ്കർ, ഇവയെല്ലാം കൂടി ഈ ഒരു ബ്രൂഡർ മദർ യൂണിറ്റിന് 12,53,000 രൂപയാണ്. ഈ 3 യൂണിറ്റിനും കൂടിയുള്ള മൊത്തം തുക ഈ തന്ന മാതൃകാ പ്രോജക്റ്റിൽ, ഒരു മോഡൽ പ്രോജക്റ്റാണ്, ഈ മോഡൽ പ്രോജക്റ്റിൽ 34,72,540 രൂപയാണ് ഈ മാതൃകാ പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ പ്രോജക്റ്റിൽ മൊത്തം ലഭിക്കാൻ പറ്റുന്ന സബ്സിഡി 25 ലക്ഷം രൂപയാണ്. അതായത് 50% പ്രോജക്റ്റ് കോസ്റ്റാണ് സബ്സിഡിയായി ലഭിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കുക, ഈ പ്രോജക്റ്റിന് മൊത്തം, ഈ സംയോജിത പ്രോജക്റ്റിന് 50 ലക്ഷം രൂപ വരെയും പ്രോജക്റ്റ് കോസ്റ്റായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ 1000 കോഴി 100 പൂവൻകോഴി എന്നുള്ള പ്രപ്പോർഷൻ മാറി കുറച്ചുകൂടി നമ്പേഴ്സ് നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ഈ പ്രോജക്റ്റിന്റെ കോസ്റ്റ് വർദ്ധിപ്പിക്കാം. അങ്ങനെ വന്ന് മാക്സിമം നമുക്ക് 50 ലക്ഷം വരെയും ഈ പ്രോജക്റ്റ് കോസ്റ്റാക്കി ഉൾപ്പെടുത്താവുന്നതാണ്. ഇത് പറയുമ്പം ഏത് കോഴികളെ വേണമെങ്കിലും, ഏത് ബ്രീഡിൽപ്പെട്ട കോഴികളെ വേണമെങ്കിലും വളർത്താമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള കുറച്ച് ബ്രീഡുകളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് കുറച്ച് തീറ്റ കൊടുത്ത് കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന കോഴികൾ, ഇനങ്ങൾ. ഈ ഇനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ കണ്ടു ഇതിൽ 9ാമത്തെ വിഭാഗം, 9ാമത്തെ വിഭാഗം നോക്കി കഴിഞ്ഞാൽ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ള 3 കോഴി വിഭാഗങ്ങളുണ്ട്. ഗ്രാമലക്ഷ്മി, ഗ്രാമശ്രീ, കൃഷിപ്രിയ. ഇത് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കോഴികളാണ്. ഈ കോഴികളെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ മേളിൽ പറഞ്ഞിട്ടുള്ള ബാക്കി നമ്മൾ അയൽ സംസ്ഥാനങ്ങളിലെ ഏജൻസികൾ, ഇതുപോലുള്ള റിസർച്ച് ഏജൻസികൾ ഉൽപ്പാദിപ്പിക്കുന്ന കോഴികളെയും ഉപയോഗിക്കുക. ഏതായാലും ഈ പറഞ്ഞ കോഴി ഇനങ്ങളെ മാത്രമേ ഈ സ്കീമിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തതും ഇതുപോലെ തന്നെ ഒരു മോഡൽ പദ്ധതിയാണ് ആട് വളർത്തലിന് വേണ്ടിയിട്ടുള്ള പദ്ധതി. നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ആട് വളർത്തലിന് മൊത്തം 87,30,000 രൂപയാണ് ഈ മാതൃകാ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്, ഈ സ്കീമിൽ അഥവാ ഈ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ പരമാവധി 50 ലക്ഷം വരെയും സബ്സിഡി നൽകുന്നതാണ്. അതായത് 50% പ്രോജക്റ്റ് കോസ്റ്റാണ് സബ്സിഡി. 50 ലക്ഷം സബ്സിഡി കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 കോടി വരെയും ഈ പ്രോജക്റ്റിന്റെ കോസ്റ്റായിട്ട് പദ്ധതിയുടെ ചെലവിലേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. ഈ തന്നേക്കുന്നതിൽ 87,30,000 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, മിനിമം നമ്പർ ആടുകൾക്ക് പ്രധാനപ്പെടും 500 പെണ്ണാടുകളും 25 ആണാടുകളും ചേർന്ന ഒരു യൂണിറ്റാണ് മിനിമം വേണ്ടത്. ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്, ഒരു മാതൃകാ പ്രോജക്റ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 500 ആടിന് പകരം ആടിന്റെ പെണ്ണാടുകളുടെ എണ്ണം കൂട്ടുകയും അതുമായി തട്ടിച്ച് ആണാടുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്താൽ ഈ പ്രോജക്റ്റിന്റെ വലിപ്പം കൂടും. അപ്പം മൊത്തം യൂണിറ്റുകളുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാനും പറ്റും. അതുമൂലം ഈ 87,30,000 രൂപ എന്ന് പറഞ്ഞേക്കുന്ന പ്രോജക്റ്റ് കോസ്റ്റ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. നോക്കിയാൽ ഏതൊക്കെയാണ് ഇതിനകത്തുള്ള ഘടകങ്ങൾ, അല്ലെങ്കിൽ വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും പേരന്റ് സ്റ്റോക്കിന് ഉള്ള കൂട് നിർമ്മാണം 5500 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള കൂടിന്റെ വലിപ്പം പറഞ്ഞേക്കുന്നത്. അതെങ്ങനെ കണക്കാക്കിയെന്ന് വെച്ചാൽ, ഒരു പെണ്ണാടിന്, അതായത് നമുക്ക് 500 പെണ്ണാടുകളാണ് മിനിമം വേണ്ടത്. ഒരു പെണ്ണാടിന് 10 സ്ക്വയർ ഫീറ്റ് എന്ന കണക്കിലും ഒരു മുട്ടനാടിന് 20 സ്ക്വയർ ഫീറ്റ് എന്ന കണക്ക്, 25 മുട്ടനാടുകളാണുള്ളത്. ഒരു മുട്ടനാടിന് 20 സ്ക്വയർ ഫീറ്റ് എന്ന കണക്കിലുമാണ് ഈ കൂടിന്റെ സൈസ്, ഷെഡിന്റെ സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 5500 സ്ക്വയർ ഫീറ്റ് ഈ പേരന്റ് സ്റ്റോക്കിനെ വളർത്താനുള്ള ഷെഡിന് ഉപയോഗിക്കാം. അതിന് പറയുന്ന യൂണിറ്റ് കോസ്റ്റ് 400 രൂപയാണ്. ഒരു കാരണവശാലും 400 രൂപയിൽ നമ്മുടെ പ്രോജക്റ്റിന് വ്യത്യാസം വരുത്തുവാൻ സാധിക്കില്ല. അടുത്തത്, കുട്ടികൾക്കും രോഗമുള്ള ആടുകളെ മാറ്റിയിടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമുള്ള ഷെഡ് 3000 സ്ക്വയർ ഫീറ്റ്
200 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ് പറയുന്നത്. അടുത്തത് പെണ്ണാടുകളുടെ വില. നമുക്കറിയാം 500 പെണ്ണാടുകളെ മിനിമം നമുക്ക് വാങ്ങിക്കണം. 8000 രൂപയാണ് ഒരാടിനെ വിലയായി പറഞ്ഞിരിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് പെണ്ണാടുകളുടെ വിലയായിട്ട് വന്നിരിക്കുന്നത്. 40 ലക്ഷം രൂപ പെണ്ണാടുകളുടെ മൊത്തം വിലയും, അതായത് 500 എണ്ണത്തിനുള്ള വില. രണ്ടാമത് മുട്ടനാടിന്റെ വിലയായിട്ട് 3,25,000 രൂപ. അങ്ങനെ 43,25,000 രൂപയാണ് ആടുകളെ ഈ പ്രോജക്റ്റിലേക്ക് വേണ്ടി ആടുകളെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം ഇട്ടിരിക്കുന്ന തുക. ഇതിൽ 50% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്നതായിരിക്കും. അടുത്തത്, ഈ ആടുകളെ വാങ്ങിച്ച് അതിനെ നമ്മുടെ ഫാമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു തുക ഇട്ടിട്ടുണ്ട്. പിന്നെ തീറ്റപ്പുൽ കൃഷി, അതായത് ഇത്രയും ആടുകളെ വളർത്തുന്ന എന്തായാലും പുൽകൃഷിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇട്ടിരിക്കുന്ന ആ ഒരു യൂണിറ്റ് 5 ഏക്കറാണ്. 5 ഏക്കർ തീറ്റപ്പുല്ല വളർത്തുന്നതിന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ, അതായത് ഏക്കർ ഒന്നിന് 1 ലക്ഷം രൂപ ഈ പദ്ധതിയിൽ വകയിരുത്താവുന്നതാണ്. അതിന് പകുതി പെർസെൻറ്റേജ് കേന്ദ്ര സർക്കാർ നമുക്ക് ലഭിക്കും. അങ്ങനെ തീറ്റപ്പുൽ കൃഷി നമുക്ക് പ്രോജക്റ്റിൽ ഉണ്ടെങ്കിൽ അതിന് ചാഫ് കട്ടറും അതുപോലെ തന്നെ സൈലേജ് നിർമ്മാണത്തിനുമായി വകവരുത്താവുന്നതാണ്. മറ്റു ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള തുകയുണ്ട്. അതുപോലെ തന്നെ ഈ ആടുകളെ ഇൻഷുർ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുകയും ഈ പ്രോജക്റ്റിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. അടുത്തത്, മാതൃക പന്നി വളർത്തൽ പദ്ധതി. ഇതിൽ മിനിമം നമ്മൾ പറഞ്ഞു 100 പെൺപന്നികളും 10 ആൺപന്നികളുമുള്ള ഒരു യൂണിറ്റാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഉള്ള പന്നിക്കൂട് നിർമ്മാണത്തിന് വേണ്ടി നമുക്കറിയാം, ആൺപന്നികൾക്ക് 20 സ്ക്വയർ ഫീറ്റ് പെർ പന്നി എന്ന കണക്കിലും പെൺപന്നിക്കും 20 സ്ക്വയർ ഫീറ്റ് പെർ പന്നി എന്ന കണക്കിലുമുള്ള 2 തരം കൂടുകളാണ് ആൺപന്നിക്കും പെൺപന്നിക്കും വേണ്ടത്. ആൺപന്നി അതുപോലെ തന്നെ പ്രസവത്തിന് വേണ്ടിയിട്ടൊരു സൗകര്യം ഉള്ള ഷെഡ് വേണം. അതിന് 80 സ്ക്വയർ ഫീറ്റ് ആണ് ഒരു പന്നിക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിൻ്റെ സൈസ് പറയുന്നത്. അങ്ങനെ ഒരേ സമയത്ത് 50 പന്നികൾ പ്രസവിക്കും എന്ന കണക്കിലുള്ള വലിപ്പമാണ് വേണ്ടത്. അടുത്തത്, പന്നി കുഞ്ഞുങ്ങൾക്ക് ഉള്ള കൂട്, അതായത് 10 സ്ക്വയർ ഫീറ്റ് പ്രകാരം ഒരു പന്നി കുഞ്ഞിന് എന്നതാണ് കണക്ക്. അങ്ങനെ 4 തരത്തിലുള്ള ഷെഡുകൾ പറഞ്ഞു. ഒന്ന് ആൺപന്നിക്ക്, പെൺപന്നിക്ക്, പന്നി കുഞ്ഞുങ്ങൾക്ക്, അതുപോലെ തന്നെ പ്രസവത്തിനുള്ള ഷെഡ്. ഇതെല്ലാം ചേർന്ന് ഷെഡ് ഒരു സ്റ്റോർ റൂം കൂടി നമുക്ക് ഫീഡും അതുപോലുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോർ റൂം കൂടി വയ്ക്കാം. ഇതിന് മൊത്തമായി 42,15,000. അതായത് ഇതും ഒരു സംയോജിത യൂണിറ്റുകളുണ്ട്. ഈ ഒരു യൂണിറ്റ് ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് പുറകെ വരും. അടുത്തത് പറഞ്ഞ അടുത്ത യൂണിറ്റ് നമുക്കറിയാം, പ്രജനനത്തിന് വേണ്ടിയിട്ടുള്ള പന്നി കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നതിനുള്ള വകയാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. അതായത് 5 മാസം പ്രായമുള്ള പെൺപന്നി. നേരത്തെ നമ്മൾ പറഞ്ഞു 100 പന്നികളെയാണ് മേടിക്കേണ്ടത്. 5 മാസം പ്രായമുള്ള പെൺപന്നി, അത് 100 രൂപ പെർ കിലോഗ്രാം എന്ന കണക്കിലാണ് ഇതിന് വിലയിട്ടിരിക്കുന്നത്, 5 ലക്ഷം രൂപ. അതുപോലെ തന്നെ 6 മാസം പ്രായമുള്ള ആൺപന്നി, അതിന് 120 രൂപ പെർ കിലോഗ്രാം എന്ന കണക്കിലാണ് 72,000 രൂപ. അങ്ങനെ പന്നി കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നതിന് വേണ്ടി മാത്രം 5,72,000 രൂപ ഒരു പ്രോജക്റ്റിൽ വകവയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ചെലവുകൾ, ഉപകരണങ്ങൾ, അത്യാവശ്യമുള്ള ഉപകരണങ്ങൾക്കുള്ള വിലയിട്ടുണ്ട്. പന്നി കുഞ്ഞുങ്ങൾക്കുള്ള ഉപകരണങ്ങളുണ്ട്. പിന്നെ നേരത്തെ ആടിൻ്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഇൻഷുറൻസിനുള്ള ഒരു തുക ഇടാവുന്നതാണ്. പിന്നെ ചെറിയ തോതിലുള്ള വെറ്റനറി സഹായത്തിനുള്ള തുകയും കൂടി കിട്ടുന്നതാണ്. മൊത്തം 2,42,400 രൂപയാണ് ഈ ഇനത്തിൽ. അങ്ങനെ മൊത്തം ഈ 3 യൂണിറ്റുകളും കൂടി ചേർന്ന് ആദ്യം ഷെഡ് നിർമ്മാണം, പന്നി കുഞ്ഞുങ്ങളെ വാങ്ങിക്കുക, ബാക്കിയുള്ള മറ്റ് ചെലവുകളെല്ലാം കൂടി ചേർന്ന് 50,29,400 രൂപയാണ് ഇതിന് തുകയായിട്ട് ഈ മാതൃക പദ്ധതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പന്നിക്കുഞ്ഞുങ്ങൾക്കായി നമുക്ക് മൊത്തം 60 ലക്ഷം രൂപ തന്നെ പ്രോജക്റ്റ്, അതായത് പദ്ധതിയിൽ വകയിരുത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 30 ലക്ഷം രൂപ ഒരു പ്രോജക്റ്റിന് എന്ന കണക്കിൽ നമുക്ക് ഗവൺമെന്റിൽ നിന്നും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും സബ്സിഡി ആയിട്ട് എടുക്കാം. അങ്ങനെ വരണമെങ്കിൽ ഈ 100 പെൺപന്നി 10 ആൺപന്നി എന്ന പ്രപ്പോർഷനേക്കാളും കൂടുതൽ പന്നികളെ ഒരു യൂണിറ്റ് ആയിട്ട് ഈ ഫാമിൽ കീപ്പ് ചെയ്യേണ്ടതാണ്. ഇവിടെ അവതരിപ്പിച്ചത് ദേശീയ കന്നുകാലി മിഷൻ എന്ന ബൃഹത്തായ പദ്ധതിയുടെ 3 ഉപപദ്ധതികളായ കോഴി വളർത്തൽ, ആട് വളർത്തൽ, പന്നി വളർത്തൽ എന്നീ മേഖലകളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിന് 4ാമതായി ഒരു ഉപപദ്ധതി കൂടിയുണ്ട്, അതായത് തീറ്റപ്പുൽ സംസ്കരണം. തീറ്റപ്പുൽ സംസ്കരണത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കേരള കന്നുകാലി വികസന ബോർഡിൻ്റെ ഫോഡർ സെക്ഷൻ മേധാവിയായ ഡോക്ടർ ജ്യോതിഷ് കുമാർ ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. ദേശീയ കന്നുകാലി മിഷൻ 2021-22 തീറ്റപ്പുൽ സംസ്കരണം സംരംഭകത്വ വികസന പദ്ധതികൾ. 2 പദ്ധതികളാണ് ഇവിടെ ഉള്ളത്.
ഒന്ന് സൈലേജ് നിർമ്മാണ യൂണിറ്റ്. ഇത് മാതൃകാ പദ്ധതിയാണ്. 2400 മെട്രിക് ടൺ പ്രതിവർഷം സൈലേജ് ഉണ്ടാക്കിയിരിക്കണം. സൈലേജ് തീറ്റപ്പുൽ ശാസ്ത്രീയമായി കൃഷി ചെയ്ത് ആവശ്യത്തിൽ അധികമായി തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിച്ച് അധികം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന തീറ്റപ്പുല്ലിനെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ച് ഗുണമേന്മ നഷ്ടപ്പെടാതെ സൈലേജ് ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ പദ്ധതി പ്രകാരം ഷെഡ് ഗോഡൗൺ നിർമ്മാണം, സാധനങ്ങൾ വയ്ക്കുവാൻ വേണ്ടി 2000 സ്ക്വയർ ഫീറ്റിന് 200 രൂപ നിരക്കിൽ 4 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ബെയിലിംഗ് യൂണിറ്റ്, യന്ത്രവൽകൃത ബെയിലിംഗ് യൂണിറ്റ്. ഇത് 2 തരത്തിലുള്ള ബെയിലിംഗ് യൂണിറ്റുകളുണ്ട്. ഒന്ന് മൂവബിൾ, വേറൊന്ന് സ്റ്റേഷനറി. അതായത് ചലിപ്പിക്കാൻ പറ്റുന്നതും ഒരു സ്ഥലത്ത് തന്നെ വച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതും. ചലിപ്പിക്കാൻ പറ്റുന്നത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നമുക്ക് സൈലേജ് ഉണ്ടാക്കാവുന്നതാണ്. അതിലേക്ക് ആവശ്യമായ യന്ത്രങ്ങൾ ട്രാക്ടർ, ബെയിലിംഗ് യൂണിറ്റ്, റാപ്പർ, അതായത് പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് ബെയിലുകളെ പൊതിയുന്ന ഒരു മെഷീൻ, പിന്നെ ലോഡർ, ട്രാൻസ്പോർട്ടർ. ഇത്രയുമാണ് ചലിപ്പിക്കാൻ പറ്റുന്ന മെഷീനുകളിൽ പെടുന്നത്. സ്റ്റേഷനറി, അതായത് ഒരു സ്ഥലത്ത് വെച്ച് പ്രവർത്തിപ്പിക്കുന്നതാണെങ്കിൽ ബോക്സ് ടൈപ്പ്, പ്ലാസ്റ്റിക് ബാഗുകളിൽ സൈലേജ് നിർമ്മിക്കുന്ന മെഷീൻ, ഹൈഡ്രോളിക് പ്രസ്സോടുകൂടിയുള്ള സൈലേജ് മേക്കിംഗ് മെഷീൻസ്, ഇവയൊക്കെയാണ്. ബെയിലുകൾ 2 ആകൃതിയിൽ ഉണ്ടാക്കി, വൃത്താകൃതിയിലും ചതുരത്തിലും നമുക്ക് ബെയിലുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഏകദേശം 20 കിലോ മുതൽ മുകളിലേക്ക് നമുക്ക് തൂക്കം വരുന്ന ബെയിലുകൾ ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ പല വലിപ്പത്തിലുള്ള ബെയിലുകളും ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് അനുസരിച്ച് അതിൻ്റെ മെഷീനുകൾ മാറിക്കൊണ്ടിരിക്കും. ബെയിലിംഗ് യൂണിറ്റിന് 120-150 മെട്രിക് ടൺ, അതിലേക്ക് 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ മെഷീൻ ഹാർവസ്റ്റർ വാങ്ങാനാണ്. അതിന് 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ചാഫ് കട്ടർ, പവർ ഓപ്പറേറ്റഡ് ഒരെണ്ണം 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പ്ലാന്റ്, മെഷീനറി എന്നിവയുടെ ഇൻസ്റ്റലേഷൻ ചെലവ് 2 ലക്ഷം രൂപ. മെഷീനറി സൂക്ഷിക്കാനുള്ള ഷെഡ് നിർമ്മാണം, അതും 2000 സ്ക്വയർ ഫീറ്റ് 200 രൂപ ചതുരശ്ര അടി വച്ച് 4 ലക്ഷം രൂപ. ആകെ 50 ലക്ഷം രൂപയുടെ മാതൃകാ പദ്ധതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 100 ലക്ഷമോ അതിന് മുകളിലോട്ടോ ആകാം. എന്നാൽ അതിൻ്റെ 50% മാത്രമേ സബ്സിഡി ലഭിക്കുകയുള്ളൂ. അത് 50 ലക്ഷത്തിൽ നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ മാതൃകാ പദ്ധതി അനുസരിച്ച് 50 ലക്ഷം രൂപയാണ് കാണിച്ചിരിക്കുന്നത്. അതിലേക്ക് 25 ലക്ഷം രൂപ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നതാണ്. രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ഫോഡർ ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ്, മാതൃകാ പദ്ധതിയാണ്. ഇതും കാണിച്ചിരിക്കുന്നത് പ്രതിദിനം 30 മെട്രിക് ടൺ ഉണ്ടാക്കിയിരിക്കണം. ഫോഡർ ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ് എന്ന് പറയുന്നത് വൈക്കോൽ മുതലായ കുറഞ്ഞ സാന്ദ്രതയുള്ള സാധനങ്ങൾ, അതിൻ്റെ കൂടെ ഉയർന്ന സാന്ദ്രതയുള്ള കാലിത്തീറ്റകൾ, ചോളം, ജോവാർ എന്നീ വസ്തുക്കൾ അതിൽ ചേർത്ത് ഒരു TMR ബ്ലോക്ക് ഉണ്ടാക്കി അത് കംപ്രസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫോഡർ ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റാണ് ഇവിടെ പറയുന്നത്. അതിലേക്ക് ആവശ്യമുള്ള മെഷീനറികൾ LD-HD കട്ടിംഗ് മെഷീൻ, ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടർ പാനൽ, ബോർഡ്, വി ബെൽറ്റ്, പുള്ളി മുതലായവ സഹിതം വൈക്കോൽ മുതലായ കുറഞ്ഞ സാന്ദ്രതയുള്ള സാധനങ്ങൾ മുറിക്കുവാൻ ആവശ്യത്തിലേക്കുള്ള സാധനത്തിന് ഒരെണ്ണം 4 ലക്ഷം രൂപ. രണ്ടാമത്തത് LD-HD മിക്സർ യൂണിറ്റ്, ഇലക്ട്രിക് മോട്ടോർ സഹിതം ഉയർന്ന സാന്ദ്രതയുള്ള കാലിത്തീറ്റ പ്രീമിക്സുകൾ, ഒരെണ്ണം 3 ലക്ഷം രൂപ. സാന്ദ്രമാക്കിയ TMR ബ്ലോക്ക് നിർമ്മാണ യൂണിറ്റ്, ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ടർ, ഹൈഡ്രോളിക് ഓയിൽ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടെ 2 എണ്ണത്തിന് 38,70,000 രൂപ. ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം വെയിങ് സ്കെയിൽ 2 എണ്ണം 90,000 രൂപ. മെയിൻ കൺട്രോൾ പാനൽ എല്ലാ ഫിറ്റിങ്ങുകളും സഹിതം ഒരെണ്ണം 4,45,000 രൂപ. തയ്യൽ യന്ത്രം, ഇരട്ട നൂൽ 2 സെറ്റ് 20,000 രൂപ. മൊളാസസ് സ്റ്റോറേജ് ടാങ്ക് 2 മെട്രിക് ടൺ കപ്പാസിറ്റി, ഓവർഹെഡ് മൊളാസസ് ടാങ്ക് 80 കിലോഗ്രാം കപ്പാസിറ്റി, 1 സെറ്റ് 3,25,000 രൂപ. ഗ്രൈൻഡിംഗ് സെക്ഷൻ, എലിവേറ്റർ മോട്ടർ, കണക്റ്റിംഗ് വീസ്, മാഗ്നറ്റ് മുതലായവ സഹിതം പൊടിക്കേണ്ടുന്നവ സൂക്ഷിക്കുവാനുള്ള MS ബിന്നുകൾ, ഹാമർ മിൽ 2 മെട്രിക് ടൺ
പ്രതി മണിക്കൂർ കപ്പാസിറ്റി ഫൗണ്ടേഷനിൽ ഉറപ്പിക്കുന്നതിനും മോട്ടോർ മറ്റ് പാർട്സുകൾ ഉൾപ്പെടെ 2 സെറ്റിന് 3,50,000 രൂപ. മിക്സിംഗ് സെക്ഷൻ പൊടിച്ച സാധനങ്ങൾക്കുള്ള ലിഫ്റ്റിംഗ് എലിവേറ്റർ വിത്ത് ഡിസ്ചാർജ് മോട്ടോർ, കണക്റ്റിംഗ് മാഗ്നറ്റ്, ബിൻസ്, പാഡിൽ ടൈപ്പ് ബാച്ച് മിക്സർ ഉൾപ്പെടെ 1 സെറ്റ് 4 ലക്ഷം രൂപ. 140 kVA ജനറേറ്റർ സെറ്റ് ഒരെണ്ണം 5 ലക്ഷം രൂപ. മെഷീനറി സൂക്ഷിക്കുവാനുള്ള ഷെഡ് 60 അടി ഗുണം 50 അടി ഗുണം 20 അടി 1 സ്ക്വയർ ഫീറ്റിന് 200 രൂപ പ്രകാരം 6 ലക്ഷം രൂപ. അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുവാനുള്ള ഷെഡ് 60 അടി ഗുണം 100 അടി ഗുണം 20 അടി 1 സ്ക്വയർ ഫീറ്റിന് 200 രൂപ പ്രകാരം 1 യൂണിറ്റിന് 12 ലക്ഷം രൂപ കിട്ടുന്നതാണ്. ആകെ 85 ലക്ഷം രൂപ. ഇവിടെ 100 ലക്ഷമോ അതിൽ മുകളിൽ ചെലവായാലും 50% സബ്സിഡി എന്ന് പറയുന്നത് 50 ലക്ഷത്തിൽ നിജപ്പെടുത്തിയിരിക്കുകയാണ്. 50 ലക്ഷം രൂപ സബ്സിഡി കിട്ടുന്നതായിരിക്കും. ഈ 85 ലക്ഷത്തിൻ്റെ പകുതിയെ ലഭിക്കുകയുള്ളൂ, 50% കിട്ടുകയുള്ളൂ. അതിൽ മുകളിലേക്ക് നമ്മൾ പദ്ധതി പോവുകയാണെങ്കിൽ അതിൻ്റെ 50 ലക്ഷം രൂപ മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി പറയുന്നത് നമ്മുടെ പദ്ധതികളിൽ 4 പ്രധാനപ്പെട്ട പദ്ധതികൾ ഈ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ അഥവാ കേന്ദ്ര കന്നുകാലി മിഷൻ എന്ന പദ്ധതിയിലുണ്ട്. അതിൽ ഈ പദ്ധതികൾ പ്രകാരം നമ്മുടെ കർഷകരോ സംരംഭകരോ നേരത്തെ പറഞ്ഞ താല്പര്യപത്രം KLD ബോർഡിന്റെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്ന മുറയ്ക്ക് അവർ സമയപരിധിക്കുള്ളിൽ ഇത് എല്ലാ രേഖകളും അതുപോലെ തന്നെ അവരുടെ താല്പര്യപത്രവും ഫില്ല് ചെയ്ത് പൂർത്തീകരിച്ച് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ താല്പര്യപത്രത്തിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ 16 കാര്യങ്ങൾ, അതായത് നെയിം ഓഫ് ഏത് സ്കീം, ഏത് പദ്ധതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ബെനിഫിഷ്യറിയുടെ പേരുണ്ട്, അച്ഛൻ്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്, അമ്മയുടെ പേരുണ്ട്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, കാറ്റഗറി, ഏതൊക്കെ കാറ്റഗറിയിൽ പെട്ടതാണ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഇൻ ഫാമിംഗ്, വെദർ അറ്റൻഡഡ് എനി ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് റിലേറ്റഡ് ട്രെയിനിങ്, ഏതെങ്കിലും ട്രെയിനിങ്ങിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടോ, ഫാമിംഗ് എക്സ്പീരിയൻസ് നേരിട്ടില്ലാത്തവർക്ക് ട്രെയിനിങ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആനുവൽ ഇൻകം എത്രയാണ്, ലാൻഡ് അക്വയർഡ് അഥവാ ലീസിനുള്ളത് എത്രയാണ്, എത്ര പക്ഷികൾ അല്ലെങ്കിൽ എത്ര മൃഗങ്ങളാണ് നമുക്ക് മെയിൻ ചെയ്യാനുള്ളത്, അതിൻ്റെ കോസ്റ്റിൻ്റെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, എക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ്. ഇതൊക്കെ ഉള്ളത് 16 മാത്രമല്ല, ഇതിലധികം ഏതാണ്ട് 26-27ഓളം കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള രേഖകളും അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞു, ഈ പദ്ധതികളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിനെയോ കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിനെയോ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 2 ഡോക്ടേഴ്സ്, മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർ ജിജി മോൻ, അഡീഷണൽ ഡയറക്ടർ പ്ലാനിംഗ്, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പറയുന്നുണ്ട് 9447219215. അടുത്തത് ഡോക്ടർ സെൽവകുമാർ, അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലാനിംഗ്, അദ്ദേഹത്തിൻ്റെ സെൽ നമ്പർ 9447207994. അതുപോലെ തന്നെ കേരള കന്നുകാലി വികസന ബോർഡിൽ 2 പേരുടെ നമ്പറും ഫോൺ നമ്പറും പേരും പറയുന്നുണ്ട്. ഡോക്ടർ ആർ രാജീവ്, ജനറൽ മാനേജർ, 9446004276. അടുത്തതായി ഡോക്ടർ ജ്യോതിഷ് കുമാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഫോർഡർ, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ 9446004277. KLD ബോർഡിൻ്റെ വെബ്സൈറ്റുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വെബ്സൈറ്റുകൾ കാണാം. ഈ 2 വെബ്സൈറ്റിലുമായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നൽകേണ്ടത് ആ വകുപ്പിലൂടെയാണ്. അവസാനമായി പറഞ്ഞത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിൻ്റെ വെബ്സൈറ്റാണ്. ഇത് അടുത്ത പദ്ധതി ഇനി വിശദീകരിക്കാൻ പോകുന്ന രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന പദ്ധതിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന പദ്ധതി. പ്രധാനമായും ഈ പദ്ധതി പശു വളർത്തലിന് വേണ്ടിയിട്ടുള്ളതാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ. അതിലും നേരത്തെ നമ്മൾ പറഞ്ഞ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ പോലെ തന്നെ 50% ക്യാപിറ്റൽ സബ്സിഡി ആയിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഈ പദ്ധതി KLD ബോർഡോ കേരള മൃഗസംരക്ഷണ വകുപ്പോ അല്ല പ്രായോഗികമായി നടപ്പിലാക്കുന്നത്. എന്നാൽ ഇത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന സ്ഥാപനമാണ്. ഈ പദ്ധതിയെ പറ്റിയിട്ടുള്ള ഒരു ചുരുക്ക രൂപമാണ് പറയുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് താല്പര്യപത്രം ക്ഷണിച്ചു കഴിഞ്ഞു.
ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സംരംഭകർ രജിസ്റ്റർ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനി ആ പദ്ധതിയിലേക്ക് കടക്കാം. രാഷ്ട്രീയ ഗോകുൽ മിഷൻ എന്ന പദ്ധതി ശരിക്കും അതിന് തുടക്കത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഇനം പശുക്കുട്ടികളെയും കിടാരികളെയും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. രോഗവിമുക്തമായ മികച്ച പാലുൽപാദന ശേഷിയുള്ള കിടാരികളെയും പശുക്കളെയും ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ കാതലായ ഉദ്ദേശം. താല്പര്യമുള്ള സംരംഭകർക്ക് 50% വരെ മൂലധന സബ്സിഡി ലഭിക്കുന്നതാണ്. പ്രധാനമായും പദ്ധതിയുടെ തുക, ഈ പദ്ധതിക്ക് ഇവർ പറയുന്ന തുക മാക്സിമമായ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്, അതായത് മിനിമം 200 പശുക്കളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. പദ്ധതി 200 പശുക്കളുള്ള ഫാമുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഇതിൽ ഏറ്റവും പരമാവധി പ്രോജക്റ്റ് കോസ്റ്റായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നത് 400 ലക്ഷം രൂപയാണ്. ഈ 400 ലക്ഷത്തിൽ സബ്സിഡി പരിധി 200 ലക്ഷമായിരിക്കും, അതായത് 2 കോടി രൂപ. യോഗ്യതകൾ എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ നമ്മുടെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷനിൽ പറഞ്ഞ അതേ സംരംഭകർക്ക് തന്നെ ഇവിടെയും ഇതിന് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. സ്വകാര്യ വ്യക്തികളാകാം, സ്വയം സഹായ സംഘങ്ങളാകാം, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളാകാം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ്സ്, അതുപോലെ സെക്ഷൻ 8 കമ്പനികളാണ്. ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പരിശീലനം ലഭിച്ചിരിക്കണം. ഉചിതമായ സ്ഥലം ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നുണ്ട് 5 ഏക്കർ സ്ഥലം, മിനിമം 5 ഏക്കർ സ്ഥലം ഈ സംരംഭകർക്ക് സ്വന്തമായി ഉണ്ടാവുകയോ ലീസ് വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുകയോ കാണും. ഏറ്റവും കുറഞ്ഞത് 200 പശുക്കൾ അഥവാ എരുമകളെയാണ് വളർത്തേണ്ടത്. നാടൻ പശുക്കൾ, അതായത് ഇന്ത്യൻ ജനുസുകളെയാണ് പ്രധാനമായിട്ടും പറയുന്നത്. കൂടാതെ നമ്മുടെ നാട്ടിലധികം ഇന്ത്യൻ ജനുസുകളില്ല, അതുകൊണ്ട് നമുക്ക് സങ്കര ഇനങ്ങളെയും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ 200 പശുക്കൾ, മിനിമം 200 പശുക്കൾ ഉള്ള ഫാമുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ സബ്സിഡി ലഭിക്കുക. ഇതിന്റെ ഫണ്ടിങ് രീതി എന്താണ്? ഒന്ന്, ഓരോ സംരംഭകരും മൊത്തം പദ്ധതി തുകയുടെ 50% ബാക്ക് എൻഡഡ് സബ്സിഡി ആയിട്ട് ലഭിക്കും. പക്ഷേ ഇതും മൂലധനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ സ്ഥലത്തിന്റെ വില അഥവാ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ലീസ് ചാർജ് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. സബ്സിഡി നൽകുന്നത് കേന്ദ്ര സർക്കാരിന്റെ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയായിരിക്കും നൽകുന്നത്. എപ്രകാരമാണ് ഈ സബ്സിഡി നമ്മളിൽ എത്തുന്നത്, ഏതൊക്കെ സ്റ്റേജിലെത്താം എന്നുള്ളതാണ് അടുത്തു പറയുന്നത്. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം അംഗീകരിക്കുന്ന മുറയ്ക്ക് സബ്സിഡിയുടെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് 50% സബ്സിഡി തുക സംരംഭകന്റെ ബാങ്കിൽ കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നതാണ്. അതിനെന്ത് ചെയ്തിരിക്കണമെന്നാൽ അതിനായിട്ട് സംരംഭകന് ലോണിന്റെ ആദ്യ ഗഡു ബാങ്കിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ഇൻഫർമേഷൻ, അതായത് അതിന് വേണ്ടിയിട്ടുള്ള അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ആദ്യത്തെ സബ്സിഡിയുടെ ഗഡു, അതായത് 50% സബ്സിഡി തുക ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയുള്ളൂ. അടുത്ത 25%, അതായത് രണ്ടാമത്തെ ഗഡു, ആദ്യം നൽകിയത് സബ്സിഡി തുകയുടെ 50%, അതായത് സബ്സിഡി തുക 2 കോടി രൂപയാണ് മൊത്തം സബ്സിഡി തുകയുണ്ട്. അതിൽ 1 കോടി രൂപ ആദ്യം എപ്പോഴാണോ ലോൺ ബാങ്ക് അനുവദിച്ച് സംരംഭകന് നൽകുന്നത്, ആ സമയത്ത് അതിന്റെ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഈ 50% സബ്സിഡി തുകയുടെ 50%, പകുതിയോളം സബ്സിഡി തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കും. അടുത്ത ഗഡു, രണ്ടാമത്തെ ഗഡു, ഈ പദ്ധതി പൂർണ്ണമായി സംരംഭകൻ ചെയ്തു കഴിഞ്ഞു, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും നടത്തി കഴിഞ്ഞു എന്ന് ഇംപ്ലിമെന്റിംഗ് ഏജൻസി, അതായത് നടപ്പിൽ വരുത്തുന്ന സ്ഥാപനമായ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ അറിയിപ്പ് കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ഈ അടുത്ത ഗഡുവായി 25% തുക, സബ്സിഡിയുടെ 25% തുക ബാങ്കിലേക്ക് കേന്ദ്ര സർക്കാർ, അതായത് സംരംഭകന്റെ ബാങ്കിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുകയുള്ളൂ. അടുത്തതായി മൂന്നാമത്തെ സബ്സിഡി, അതായത് പൂർണ്ണമായി സബ്സിഡി ഡിവൈഡ് ചെയ്തേക്കണ 50% ആദ്യ ഗഡു, 25% രണ്ടാമത്തെ ഗഡു, അടുത്ത 25% സബ്സിഡി തുകയുടെ 25% മൂന്നാമത്തെ ഗഡുവായിട്ടാണ് നൽകുന്നത്. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ 10%
കന്നുകുട്ടികൾ ഫാമിൽ ഉണ്ടായിരിക്കണം. ഇതാണ് നിബന്ധന. ഇനി പദ്ധതിയുടെ അംഗീകാരവും നിരീക്ഷണവും. നേരത്തെ പറഞ്ഞു നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് താല്പര്യ പത്രം ക്ഷണിക്കുന്നത്. ഈ താല്പര്യമുള്ള സംരംഭകർ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ വെബ്സൈറ്റിലേക്ക് എല്ലാ രേഖകളും അടക്കമുള്ള അപേക്ഷ അല്ലെങ്കിൽ താല്പര്യപത്രം സമർപ്പിക്കണം. ഏത് ബാങ്ക് വഴിയാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ലോൺ സ്വരൂപിക്കുന്നതെന്ന് വളരെ വ്യക്തമായി അതിൽ അറിയിച്ചിരിക്കണം. അപേക്ഷകൾ അഥവാ നമ്മൾ കൊടുക്കുന്ന ഈ താല്പര്യപത്രം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് കൃത്യമായി പരിശോധിച്ച് യോഗ്യമായവ ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് ശുപാർശ ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KLD ബോർഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇതിൽ ബാങ്കുകളിലേക്ക് ശുപാർശ ചെയ്യുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. ബാങ്കുകൾ ഈ പദ്ധതി അംഗീകരിച്ച് ലോൺ തുക സംരംഭകന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്ന മുറയ്ക്ക് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് കേന്ദ്ര സർക്കാരിന് ശുപാർശ അയക്കുന്നതാണ് ഈ പദ്ധതി അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജിയോ ടാഗിംഗ് വഴി ഈ ആസ്തികളെല്ലാം നിരീക്ഷിക്കുന്നതാണ്. ഒരു മാതൃക, അതായത് ഒരു മോഡൽ പദ്ധതി അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും കുറഞ്ഞത് 200 പശുക്കളെങ്കിലും നല്ല വളരെയധികം പ്രൊഡക്ഷനുള്ള 200, അതായത് പാലുൽപാദന ശേഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന 200 പശുക്കളെങ്കിലും, അത് ഒന്നാം കറവിലുള്ളതാകാം അല്ലെങ്കിൽ രണ്ടാം കറവിലുള്ള പശുക്കളെയെങ്കിലും ഈ ഫാമിലിക്കായിട്ട് വാങ്ങിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് വകയിരുത്തിയേക്കുന്ന തുക 200 ലക്ഷം രൂപയാണ്. അതായത് നമുക്കറിയാം ഒരു പശുവിന്റെ വിലയായിട്ട് അപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് 1 ലക്ഷം രൂപ. അടുത്തത് ഷെഡ് നിർമ്മാണം. ഷെഡ് നിർമ്മാണത്തിന് വേണ്ടി വകയിരുത്തിയത് 100 ലക്ഷം രൂപയാണ്. അതായത് ഒരു പശുവിന് 10 സ്ക്വയർ മീറ്റർ എന്ന കണക്കിലാണ് ഷെഡ് നിർമ്മിക്കേണ്ടത്. ഒരു പശുവിന് 10 സ്ക്വയർ മീറ്റർ എന്ന കണക്കിൽ. അങ്ങനെ 100 ലക്ഷം രൂപ ഷെഡ് നിർമ്മാണത്തിനുണ്ട്. അടുത്തത് ഐസൊലേഷൻ ഷെഡ്. ഒരു ചെറിയ ഷെഡ് ഐസൊലേഷന് വേണ്ടി വേണം. അതിന് 2.5 ലക്ഷം രൂപയാണ് തുകയായി മോഡൽ പ്രോജക്റ്റിൽ, അതായത് മാതൃകാ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത്. ഓഫീസ് ബ്ലോക്ക് നിർമ്മിക്കാം, 20 ലക്ഷം രൂപ ചിലവാക്കാം. തീറ്റ വസ്തുക്കളുടെ സ്റ്റോർ, അതായത് ഫോഡറും ഫീഡും ഒക്കെ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോർ വയ്ക്കാം. മെയിനായിട്ട് കാറ്റിൽ ഫീഡ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 75 HP ട്രാക്ടർ നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുല്ല് ഉൽപ്പാദിപ്പിക്കുന്നതിനും ആ പുല്ല് കട്ട് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ട്രാക്ടർ നമുക്ക് 10 ലക്ഷം രൂപ വകയിരുത്താം. ക്ഷീരോത്പാദന അനുബന്ധ സാമഗ്രികൾ, അതായത് പാൽ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞ് സൂക്ഷിക്കേണ്ട ബൾക്ക് മിൽക്ക് കൂളർ, അതുപോലെ തന്നെ മിൽക്ക് ക്യാനുകൾ, മിൽക്കോ ടെസ്റ്ററുകൾ, ഡീപ് ഫ്രീസർ എന്നിവയ്ക്ക് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വകയിരുത്താവുന്നതാണ്. കാർഷിക സാമഗ്രികൾക്കുള്ള സ്റ്റോർ, അതിന് വേണ്ടിയിട്ട് 22,50,000 രൂപ വകയിരുത്താവുന്നത്. ചാഫ് കട്ടർ 1 ലക്ഷം രൂപ. ഇതെല്ലാം കൂടി ഈ മാതൃകാ പദ്ധതിക്ക് 401 ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 50% 200 ലക്ഷം രൂപ സബ്സിഡിയായി കൃത്യമായ രീതിയിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംരംഭകന് ലഭിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ ഗോകുൽ മിഷൻ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ പദ്ധതി നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പ്രാവർത്തികമാക്കുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഇതിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചു കഴിഞ്ഞു. അവരുടെ വെബ്സൈറ്റിൽ tenders.nddb.coop എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഈ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് തന്നെയാണ് ടെൻഡർ ഫോമുകൾ. ഈ ടെൻഡർ ഫോമുകൾ സൗജന്യമായി അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഈ സൈറ്റിൽ നിന്ന്. ഇതിനായി ആദ്യം മേൽപ്പറഞ്ഞ സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ടെൻഡർ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ടെൻഡർ ഫോമുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിനും സമർപ്പിക്കുന്നതിനും പ്രത്യേകിച്ച് സമയപരിധിയില്ല. അതായത് എല്ലാ മാസവും 25-ാം തീയതി 3 മണി വരെ ലഭിക്കുന്ന ടെൻഡറുകൾ അതത് മാസത്തിൽ തന്നെ പരിശോധിക്കുന്നതാണ്. പരിശോധനയ്ക്ക് ശേഷം യോഗ്യരായിട്ടുള്ള അപേക്ഷകരെ ആ വിവരം തുടർന്നുള്ള മാസം ആദ്യ ആഴ്ച തന്നെ നേരിട്ട് അറിയിക്കുന്നതും ഇപ്രകാരം യോഗ്യരായ അപേക്ഷകരെ തിരഞ്ഞെടുപ്പ് സമിതി മുമ്പാകെ അവരവരുടെ പദ്ധതികൾ നേരിട്ട് അവതരിപ്പിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നതുമാണ്. പ്രത്യേകിച്ച് ഈ അപേക്ഷ സമർപ്പിക്കുന്നതിന് പ്രോസസ്സിംഗ് ഫീ ഒന്നും തന്നെ NDDB സ്വീകരിക്കുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞ 2 കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ
നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷനും രാഷ്ട്രീയ ഗോകുൽ മിഷനും. ഈ പദ്ധതികളും അവയുടെ ഉപപദ്ധതികളുമാണ് ഇവിടെ വിശദീകരിച്ചത്. ഈ വെബിനാറിൽ ഞങ്ങൾ വിശദീകരിച്ച ഈ പദ്ധതികൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ പദ്ധതികളെ അധികരിച്ചുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും കേരള കന്നുകാലി വികസന ബോർഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസ് ജെയിംസ് നൽകുന്നതാണ്. ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ദയവേത് ചോദിക്കുക. ആ ഇല്ല 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 അതാണ് ആദ്യമേ പറഞ്ഞത്. ഇത് നമ്മൾ ചെറുകിട ഒരു പ്രോജക്റ്റുകളല്ല ഇത് പലതും. ഇത് സംരംഭകരെ ഉദ്ദേശിച്ച് വലിയ രീതിയിൽ പശു വളർത്തുക. കാരണം ഇതിൻ്റെയൊക്കെ ഉദ്ദേശം പശുക്കളുടെ എണ്ണം പെട്ടെന്ന്, നമ്മുടെ ഇത് കേരളത്തിന് മാത്രമല്ല, ഇത് ദേശീയ പദ്ധതികളാണ്, കേന്ദ്ര പദ്ധതികളാണ്. പശുക്കളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടുവാനും കൂടുതലായിട്ട് കന്നുകുട്ടികളെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റുകളാണ്. അപ്പോൾ ചെറുകിട പദ്ധതിയല്ല. മിനിമം 200 എന്നുള്ളത് ആ പദ്ധതി രേഖ മാർഗനിർദ്ദേശം അനുസരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പാലിക്കണം. അത് മിനിമമാണ്, അതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരാൾ പറയണേ, ഒരാൾ ദയവായി ഒരാൾ. ഓൾറെഡി കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് നിന്നുണ്ടായിരുന്ന സബ്സിഡി, പശു വളർത്തലിനുണ്ടായിരുന്ന സബ്സിഡി ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് 20 പശു വരെ ഉണ്ടായിരുന്നു, അതിന് സബ്സിഡി ആയിട്ട് 25% കാണാൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ കേരള സാഹചര്യത്തില് എത്ര ആൾക്കാർക്കാണ് ഈ 200 പശു വരെയുള്ള യൂണിറ്റ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നടത്താൻ പറ്റുന്നത്? അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണോ സാർ? അത് വളരെ ബുദ്ധിമുട്ടല്ലേ? അല്ല, അത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് കേന്ദ്ര പദ്ധതിയാണ്, ഞാൻ പറഞ്ഞു. ഇത് എല്ലാ സ്റ്റേറ്റിനും വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ 21-22 മുതൽ ഈ 14-ാം പദ്ധതിക്കാലത്ത് സെൻട്രൽ ഗവൺമെൻറ് ഈ സ്കീമുകളെല്ലാം സംരംഭകത്വ വികസനം എന്നുള്ള നിലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ദയവായി നമ്മുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കുക, നേരത്തെയുള്ള ചെറുകിട പദ്ധതികളല്ല, ഇനി കൂടുതൽ വലിയ പദ്ധതികളാണ് ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് സംസ്ഥാന പദ്ധതിയല്ല, കേന്ദ്ര പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എത്ര പേര് വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ കോവിഡാനന്തര കാലത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി NRIകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പദ്ധതികൾ ഉപകാരപ്രദമാകും. കാരണം വലിയ പദ്ധതിയാണ്. 2 കോടി രൂപ സബ്സിഡി എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു ആഴം നമുക്കും അറിയാം. അപ്പോൾ അത് നമുക്കതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നമുക്ക് താല്പര്യമുള്ളവർക്ക് എടുക്കാം എന്നേ ഉള്ളൂ. സാർ, അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, ഞാൻ സമൃദ്ധി ക്ഷീരാർഷ സംഘടനയിലുള്ള ആളാണ്, എന്റെ പേര് സർഫേഷെന്നാണ്. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കേരള സാഹചര്യത്തിൽ ചെറുകിട കർഷകർക്കും കൂടെ ഉപകാരമാകുന്ന രീതിയിൽ അത് നമുക്ക് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ഓൾറെഡി 14-ാം പദ്ധതി കാലത്ത് ഗവൺമെന്റിന്റെ ചർച്ചയിൽ വന്ന കാര്യമാണ്. നമ്മൾ ചെറുകിട കർഷക യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് ക്ഷീരവികസന വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും വഴി പദ്ധതികൾ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഹലോ, പറഞ്ഞോളൂ. യൂണിറ്റ് ഗ്രൂപ്പുകൾക്കായിട്ട് ചെയ്യാൻ പറ്റുമോ, അതോ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം എന്ന് നിർബന്ധമാണോ? അല്ല, ഇത് ഒറ്റയ്ക്കും ചെയ്യാം. നിങ്ങൾക്കൊരു ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ്, അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സെക്ഷൻ 8 കമ്പനികൾ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, കുടുംബശ്രീ യൂണിറ്റുകൾ, രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികൾക്കൊക്കെ ഇതിന് അർഹത ഉണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ഗ്രൂപ്പായിട്ട് ചെയ്യാം, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്. വെബ്സൈറ്റ് അഡ്രസ് ഒന്നുകൂടെ മെസ്സേജ് ഇട്ടാൽ നന്നായിരുന്നു. അത് NDDBയുടെ ഗോകുൽ മിഷൻ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് അഡ്രസ് ഒന്ന് ഇൻബോക്സിൽ തന്നിരുന്നത് നന്നായിരുന്നു. ഇപ്പൊ ഇട്ടേക്കാം. NDDBയുടെ സാർ, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കൂ. ഈ 200 പശുക്കളുടെ മിനിമം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇൻഡിജീനിയസ് ബ്രീഡ്സിനെയാണല്ലോ ഇതിൽ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇൻഡിജീനിയസ് തന്നെ വേണമെന്നില്ല. അതാണ് നേരത്തെ ഡോക്ടർ സജീവ് പറഞ്ഞത്. ഇൻഡിജീനിയസ് ആണ് അവർ പ്രയോറിറ്റി എങ്കിലും നമുക്കിത് ലാഭകരമായി കൊണ്ടുപോകണം എന്നുള്ളത് കൊണ്ട് ക്രോസ് ബ്രിഡ്സിനെ ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, കേരള സാഹചര്യത്തിൽ ക്രോസ് ബ്രിഡ് ഉപയോഗിക്കാം. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഇൻഡിജീനിയസ് ആണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഇൻഡിജീനിയസിലോട്ട് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഈ മിൽച്ചിങ് കൗസിനെ, അതായത് ഒരു ഡെലിവറി, ഒരു പ്രസവം കഴിഞ്ഞ അല്ലെങ്കിൽ അതിന് കഴിഞ്ഞ കൗസിനെ ഒപ്പിച്ചു തരാൻ എന്തെങ്കിലും രീതിയിലത്തെ സഹായം നമുക്ക് സോഴ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരാം എന്നുള്ളതിൽ കവിഞ്ഞ് ബാക്കിയൊക്കെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുക്കണം. പരമാവധി നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ, അത് മൃഗസംരക്ഷണ വകുപ്പാണെങ്കിലും ക്ഷീര വകുപ്പാണെങ്കിലും KLD ബോർഡാണെങ്കിലും
നിങ്ങൾക്ക് അറിയിക്കാം, ഞങ്ങളുടെ സൈറ്റുകളിൽ ഇടാം എവിടെയൊക്കെ കിട്ടുമെന്നുള്ളത്. സാറേ ഇതില് നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, 3 ഡോക്ടേഴ്സിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ, അത് കൊടുക്കാം. അതെ, അവരെ വിളിച്ചാൽ മതി. അതും അല്ലെങ്കിൽ KLD ബോർഡിന്റെയോ മൃഗസംരക്ഷണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ പോയാൽ ഒരാഴ്ചക്കുള്ളിൽ ഈ ഇന്ന് നടന്ന എല്ലാ കാര്യങ്ങളുടെയും ഔട്ട്കം ഈ സ്ലൈഡുകളെല്ലാം അവിടെ കാണും. താങ്ക് യു സർ, താങ്ക്സ് എ ലോട്ട്. പിന്നെ ഒരു ഇടയ്ക്ക് പ്രൊജക്ട് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രൊജക്ട് കോസ്റ്റ്. പറയൂ. അപ്പം അതിലിപ്പോ കേൾക്കുന്നില്ലല്ലോ, മ്യൂട്ട് ചെയ്തു. പേരൻസ് കോഴി വളർത്തലിന്റെ കാര്യം പറഞ്ഞിരുന്നു. അതിനകത്ത് പേരൻസും ഒക്കെ കീപ്പ് ചെയ്യുമ്പോൾ ഒരാൾ പറയണേ ദയവായി, ഒരാൾ പ്ലീസ്. പറയുന്ന ഒരു മിനിറ്റ് പറയുന്ന ഒന്ന് പൂർത്തീകരിച്ചോട്ടെ. നമ്മൾ പേരൻസ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുമ്പോൾ കേരളം പോലെ ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് ഇത്രയും വലിയൊരു ഷെഡിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ രീതി അനുസരിച്ച് ഹൈടെക് കേജസിനകത്ത് ഇപ്പൊ തമിഴ്നാട് ആന്ധ്രയൊക്കെ പോലെ പേരൻസ് സ്റ്റോക്ക് അവർ കീപ്പ് ചെയ്യുന്നത് ഹൈടെക് കേജുകളിലാണ്. ഇപ്പോ നമ്മളൊരു വലിയ ഷെഡിനകത്ത് വളർത്തുമ്പോൾ അതിന് ഇൻസമിനേഷൻ ഒന്നും നടക്കില്ല, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെ നടക്കത്തുള്ളൂ. അപ്പൊ പ്രൊഡക്ഷനിൽ അത് കുറവ് വരും. നമുക്ക് ഹൈടെക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താങ്കൾ ചോദിച്ചതിന്റെ എനിക്ക് കാര്യം മനസ്സിലായി. നമുക്ക് അതിനകത്ത് ബാക്കി നമുക്ക് ഈ സ്കീമിന്റെ ഒരു മോഡലാണ്. നിങ്ങൾക്കിതിൽ കൂടുതലായിട്ട് നമുക്ക് ഹൈടെക് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും കൂടെ പൈസ കണ്ടെത്തണം. ഈ ഗവൺമെന്റിൽ നിന്നും ഇത്ര പൈസയെ തരത്തുള്ളൂ. അപ്പോൾ ഷെഡിന് ഇന്റീരിയർ ആയിട്ട് നിങ്ങൾക്ക് കേജ് സിസ്റ്റം വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ അത് ചെയ്യുന്നതിന് തടസ്സമില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞ 30,000 സ്ക്വയർ ഫീറ്റ് ഷെഡിന്റെ ആവശ്യമില്ല. ഇല്ല, അതെ, അതെ. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ പൈസ ഉപയോഗിക്കാം. വരുമ്പോ നിങ്ങളുടെ അളവിന് ആ 30,000 ഇല്ല എന്ന കാരണത്താൽ ഇത് നാളെ ഒരു പ്രോബ്ലം ഉണ്ടാവരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല, അത് വരില്ല. ഇത് കാരണം ഇത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ തന്നെ ഇത് വെരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിനകത്ത് കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും കേട്ടോ. എന്നിട്ടേ ഈ പ്രോജക്റ്റ് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന ഒരു ചോദ്യം ഡോക്ടർ ശുദ്ധോധനാണ്. ജില്ലാതലത്തിൽ ഇതിനൊരു പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ടൊരു ടീം, തീർച്ചയായിട്ടും അത് നല്ല സജഷനാണ്. ഞങ്ങളിതിൻ്റെ പ്രോജക്റ്റുകൾ ഞങ്ങൾക്ക് 2 ജില്ലകളിൽ 1 എന്നുള്ള നിലയിൽ KLD ബോർഡിൻ്റെ റീജിയണൽ സെമൻ ബാങ്കുകളുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ പ്രോജക്റ്റ് ഞങ്ങൾ മൊത്തത്തിൽ ഒരേ ഇതിൽ തന്നെ KLD ബോർഡ് തന്നെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ജില്ലാതലത്തിൽ അങ്ങനെ ഒരു ടീമായിട്ട് നമുക്ക് KLD ബോർഡിനെ സംബന്ധിച്ച് ഒത്തിരി ഓഫീസുകളൊന്നുമില്ല. 2 ജില്ലകൾക്ക് ഒരു ഓഫീസ് വീതമാണുള്ളത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകും, അല്ലെങ്കിൽ ഞങ്ങളുടെ സൈറ്റിലും ഉണ്ടാകും. മോഡൽ പ്രോജക്റ്റുകൾ തരാം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകളും ഞങ്ങൾക്ക് തന്നാൽ തീർച്ചയായിട്ടും അത് മോഡിഫൈ ചെയ്ത് അത് ബാങ്കബിളാക്കി തരുന്ന കാര്യവും ഞങ്ങൾ ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചത് പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ട്രെയിനിങ് കൊടുക്കുമോ എന്നുള്ളതാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് എളുപ്പമല്ലൊരു കാര്യമല്ല. പക്ഷേ ഈ പദ്ധതികളുടെ സ്റ്റാർട്ടിന് മുമ്പായിട്ട് നമുക്ക് ഗവൺമെൻറ് തലത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ഈ പദ്ധതികളെ വിശദീകരിച്ചുകൊണ്ട് സർക്കാരിൽ നിന്നും പെർമിറ്റ് കൊടുക്കുന്നതിന് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടുന്ന ഒരു നിർദ്ദേശം കൊടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാം. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിച്ചൊരു ട്രെയിനിങ് കൊടുക്കുക എളുപ്പമായിരിക്കില്ല. അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഞങ്ങൾ റിക്വസ്റ്റ് ഗവൺമെൻറ്റിൽ കൊടുക്കാം. സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ. സാറേ ഇപ്പൊ നമ്മൾ ഈ പശു വളർത്തലിന്റെ ഒപ്പം തന്നെ ഒരാൾക്ക് തന്നെ ഈ സൈലേജിന്റെയും പശു വളർത്തലിന്റെയും രണ്ടും കൂടി സബ്സിഡി കിട്ടുമോ? അത് കിട്ടും. 2 ലോണായിട്ട് വരുമെന്നേ ഉള്ളൂ. 2 വരും. അത്രയും നല്ല തുകയും വരും. കുട്ടികളുടെ കാര്യത്തിനോ? കുട്ടികളുടെ കാര്യത്തിൽ ഇല്ലല്ലോ, അങ്ങനെ ഒരു സ്കീം ഇതിലില്ലല്ലോ. കുട്ടികളുടെ കാര്യത്തിൽ ഒരു സ്കീമില്ലല്ലോ. ഇവിടെ നമുക്ക് 200 പശുവിൻ്റെ RGM-ലെ സ്കീമും NLM-ൽ നേരത്തെ പറഞ്ഞ പോലെ സൈലേജ് നിർമ്മാണ യൂണിറ്റ് അല്ലെങ്കിൽ ഫോഡർ ബ്ലോക്ക്, ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. കുട്ടികളെ വളർത്തുന്നതിനൊന്നും ഇതിനകത്ത് പദ്ധതികളില്ല. സാറേ ഇതില് ഈ 60 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ നമ്മളത് ബാങ്കിനെ സമീപിക്കുമ്പോൾ നമ്മൾ ഈ 60 ലക്ഷം അല്ലെ ആണോ നമ്മൾ ബാങ്കിനെ സമീപിക്കേണ്ടത്, അതെയോ ഈ 60 ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ 60 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നമ്മൾ ബാങ്കിൽ കൊടുക്കേണ്ടത്. ബാങ്ക് അതിൻ്റെ 50% സബ്സിഡി ലോൺ നിങ്ങൾക്ക് കിട്ടി എന്ന് ആയി കഴിയുമ്പോൾ ബാക്കി 50% ആയിരിക്കും കേന്ദ്ര ഗവൺമെൻറ് ഇതിലേക്ക് തരുന്നത്. മുഴുവൻ തുകയ്ക്കുള്ള പ്രോജക്റ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ പ്രോജക്റ്റുകൾ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ നമ്പറുകളുണ്ട്, ഞങ്ങളുടെ വെബ്സൈറ്റിൽ തരാം, ഞങ്ങൾക്ക് ഇമെയിലായിട്ട് തരാം. ഞങ്ങളുടെ ഒരു ടീം അതിന് തന്നെ ഉണ്ടാവും, നിങ്ങളെ സഹായിക്കുന്നതാണ്. സാറേ ഇതില് ഡിപ്പാർട്ട്മെന്റ് പറയുന്ന സാങ്കേതിക സഹായങ്ങള് അത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് ഇൻഷുറൻസും ബാക്കി സാങ്കേതികമായ സഹായങ്ങളൊക്കെ മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കിട്ടും. അതുപോലെ പരമാവധി നമുക്കിത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഏത് ഏജൻസിയാണോ അവരുടെ എല്ലാവിധ സാങ്കേതിക സഹായവും ഉണ്ടാവും. അതിനുള്ള നിർദ്ദേശം കൊടുക്കാം. ഹാച്ചറികൾക്ക് ഇവിടെ സർക്കാരിന്റെ തലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സബ്സിഡികൾ കിട്ടുമോ? ഇലക്ട്രിസിറ്റി, അതുപോലെ തന്നെ വാട്ടർ, മറ്റ് മലിനീകരണ സംവിധാനങ്ങൾ, ഇത്തരം സബ്സിഡികളൊന്നും നിലവിലില്ലല്ലോ സാറേ. അപ്പൊ അതിലെന്തെങ്കിലും ഈ ലോണിന് എടുത്തു വരുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബ്സിഡികൾ കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? സാധ്യത എന്ന് പറയുന്നത് എനിക്കൊരു യാതൊരു ഉറപ്പും ഞാനിപ്പോൾ പറയില്ല. നമ്മൾ തീർച്ചയായിട്ടും നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ അതും നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഒരു റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ കൊടുക്കാം. ഇന്നത്തെ ഇതിൻ്റെ ഒരു ഔട്ട്കമായിട്ട് കർഷകരുടെ ആകുലതകളെല്ലാം ഞങ്ങൾ അതിനകത്ത് പറഞ്ഞ് തീർച്ചയായിട്ടും ശ്രമിക്കാം എന്നേ ഉള്ളൂ നമുക്ക്, കേട്ടോ. കർഷകർക്ക് അതുപോലെ ഉണ്ടല്ലോ സാറേ, ജില്ലാതലത്തില് കർഷകർക്ക് ഇത് തികച്ചും കർഷകരിലേക്ക് എത്തുന്നതിന് വേണ്ടി ജില്ലാതലത്തിൽ ഒരു ഓഫീസർ എന്നൊരു സെറ്റപ്പ് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ബോർഡിൽ നിന്ന് ഒരു സപ്പോർട്ട് തരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ കർഷകരിലേക്ക് ആപ്റ്റ് ആയിട്ട് എത്താൻ സഹായിക്കുമെന്നൊരു സജഷൻ ഉണ്ട് സാറേ. നോക്കട്ടെ, നമുക്കത് എങ്ങനെ തീർച്ചയായിട്ടും അത് പരിഗണിക്കാം. നേരത്തെ ശുദ്ധോധൻ സാറ് പറഞ്ഞ പോലെ തന്നെ അതെങ്ങനെ ജില്ലാതലത്തിലാക്കാൻ നോക്കാം. എല്ലാ ജില്ലയിലും സാറേ അതൊരു കോർഡിനേറ്റ് ചെയ്യാൻ ഒരാളുണ്ട്, വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു സാർ. ഓക്കെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ പിഗ് ഫാമിലെ ഞാൻ പിഗ് ഫാം നടത്തുന്ന ഒരാളാണ്. അപ്പൊ ഈ പിഗ് ഫാമിലെ ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതുവരെ പിഗിനായിട്ട് ഒരു കമ്പനി ഇൻഷുറൻസ് ചെയ്യുന്നില്ല. പിഗിലോ? അപ്പോൾ ഇതിന്റെ അയ്യോ ആരൊക്കെയോ ഇടയ്ക്ക് പറയൂ പ്ലീസ്, കേൾക്കുന്നുണ്ട്. ഹലോ നമസ്കാരം സാർ, എൻ്റെ പേര് രഞ്ജിത്ത് ആണ്. സർ, ഞാൻ ഓണാട്ടുകര വികസന ഏജൻസിയുടെ പ്രോജക്ട് ഡയറക്ടറാണ്. ഞാൻ നിലവിൽ ഇപ്പൊ ഇവിടെ സംസാരിച്ച കാര്യങ്ങളെ കുറിച്ച് കേട്ടിരുന്നു. ഇപ്പൊ സർ, നിലവിൽ ഇപ്പം ഈ പ്രോജക്റ്റുകളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ഗവൺമെന്റ് അണ്ടറിൽ തന്നെ ധാരാളം ഏജൻസികൾ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചും മറ്റുമൊക്കെ ഉണ്ട്. ഇപ്പൊ ഓണാട്ടുകര വികസന ഏജൻസി ആണെങ്കിൽ ഓണാട്ടുകര എന്ന് പറഞ്ഞിട്ട് ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ 3 ജില്ലകളെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ്. മിനിസ്റ്റർ ചെയർമാനായിട്ട് വരുന്ന ഒരു ഏജൻസിയാണ് അഗ്രികൾച്ചർ മിനിസ്റ്റർ. അപ്പം നിലവിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ആണെങ്കിൽ നമ്മൾ പല കർഷകർക്കും ഇത്തരത്തിലേക്കുള്ള സ്കീമുകളാണെങ്കിൽ അത് മലയാളത്തിലാക്കിക്കൊണ്ട് നമ്മുടെ ഒരു വെബ്സൈറ്റ് മുഖാന്തരം അവർക്ക് ഇൻഫർമേഷൻസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ബാങ്കബിൾ പലയിടത്തും തന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ബാങ്കബിൾ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാൻ പലർക്കും കഴിയുന്നില്ല. ഇതെങ്ങനെ ഫോർമാറ്റ് ചെയ്യണം, ഇതിനകത്ത് എങ്ങനെയാണ് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് വരേണ്ടത്, എങ്ങനെ എന്തൊക്കെ കമ്പോണൻസ് മാർക്കറ്റിംഗിലേക്ക് വരണം, ഇത്തരം കാര്യങ്ങളിലേക്ക് അവർക്ക് വിശദീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഏകോപനം ഈ കർഷകർക്ക് കൊടുക്കുകയോ മറ്റോ ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഇതിൽ ധാരാളം ഔട്ട്വേഡ് ഏജൻസികൾ, പ്രൈവറ്റ് ഏജൻസികൾ ഇവർക്ക് പ്രോജക്റ്റുകൾ ചെയ്തു കൊടുക്കാനായിട്ട് മുൻപിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവർ പലപ്പോഴും ഇവരെ തെറ്റായ രീതിയിലേക്ക് ഗൈഡ് ചെയ്തുകൊണ്ട് ഇവർക്ക് ഈ പ്രോജക്റ്റുകൾക്ക് ബാങ്കുകളിൽ നിന്നും ലോൺ അലോട്ട് ചെയ്ത് കിട്ടാത്ത അവസ്ഥയിലേക്ക് ഈ പ്രോജക്റ്റുകൾ വരും. പക്ഷെ ഇവർ ഈ പ്രോജക്റ്റുകൾക്ക് ഒരു പേയ്മെന്റ് വാങ്ങുകയും ചെയ്യും. പക്ഷെ അത്തരം സംവിധാനങ്ങൾ ഈ ഗവൺമെന്റ് സംവിധാനത്തെ ശരിക്കും ഒരു ഡീഗ്രേഡ് ചെയ്യുകയുള്ളൂ. സോ അതുകൊണ്ട് ഇത് ഒന്നെങ്കിൽ ഇതിനൊരു ഓതറൈസർ ഏജൻസികൾ പ്രോജക്റ്റ് ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗൈഡ് ലൈൻ കൊടുക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത് ഒരു കൺഫർമേഷൻ കൃത്യമായിട്ട് എല്ലാ ജില്ലകളിലും വേണമെങ്കിൽ സാർ അതിന് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളെ നമുക്ക് ഇതിന് ഉപയോഗപ്രദമാക്കാൻ പറ്റും. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ധാരാളം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളുണ്ട്. ഇപ്പോൾ കളർകോട് കേന്ദ്രീകരിച്ചിട്ടാണെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു FM തന്നെയുണ്ട്. അപ്പം ഇത്തരത്തിലേക്കുള്ള കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളെയും ഈ പറഞ്ഞ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു മാധ്യമങ്ങളെയും, അത് സോഷ്യൽ മീഡിയ ആകാം മറ്റെന്തെങ്കിലും ആകാം, അതിനെ കൂടി ഇങ്ങനെ ഉപയോഗിക്കണം. അതിന് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഈ പ്രോജക്ട് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ പൂർണ്ണമായ ഒരു പ്രാധാന്യം കൊടുക്കണം എന്നുള്ള റിക്വസ്റ്റ് ആയിട്ട് തരുന്നു. അല്ല, തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ ഓണാട്ടുകര വികസന ഏജൻസിയുമായിട്ട് നമ്മൾ ഒന്ന് സംസാരിച്ചിരുന്നതാണ്. ഓണാട്ടുകര വികസന ഏജൻസി ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും KLD ബോർഡും ഈ ഓണാട്ടുകര വികസന ഏജൻസിയുടെ ഒരു ലിങ്ക് നമ്മൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കൊടുക്കും. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസി എന്നുള്ള നിലയിൽ പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അതിനുള്ള ഒരു വഴി ഞങ്ങൾ ചെയ്യാം, കേട്ടോ. ഇറച്ചിക്കോഴിക്ക് ഈ സ്കീം ഉണ്ടോ? ഇല്ല, ഇത് മുട്ടക്കോഴിയുടെ ആണ്. ഇല്ല സാറേ, എൻ്റെ പേര് സിറാജ്. ഹലോ പറയൂ. യെസ്, എൻ്റെ പേര് സിറാജുദ്ദീൻ, വയനാട്ടിൽ നിന്നാണ്.
അപ്പൊ ഞാൻ ഓൾറെഡി നോർക്കയുടെ ND-PREM സ്കീം ത്രൂ ഞാനൊരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോകാം, ഡയറി ഫാം. അപ്പൊ അതിൽ എന്റെ പ്രൊജക്ട് 50 പശുക്കൾ വരെയാണ്. അപ്പൊ ഇത് നിങ്ങളെ ഈ പാക്കേജ് കേട്ടപ്പോ എനിക്കത് ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്യണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും വലിയ ഇഷ്യൂ ഞാൻ വിചാരിക്കുന്നത് ബാങ്കിനോട് ലോൺ പ്രൊപ്പോസ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ ഇതിനിപ്പോ 4 crore വരെ ലോൺ അപ്രൂവ് ആവണമെങ്കിൽ അതിനുള്ള സെക്യൂരിറ്റി നമ്മൾ വെക്കണ്ടേ? സെക്യൂരിറ്റി വേണ്ടി വരുമല്ലോ. നിങ്ങൾക്ക് ബാങ്ക് ലോൺ തരണമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് സെക്യൂരിറ്റി ആവശ്യപ്പെടും. സെക്യൂരിറ്റി വേണം. വേണ്ടി വരും. അത് ഈ 4 കോടിക്കുള്ള ലോൺ ആണോ പ്രൊജക്ട് ഉണ്ടാക്കി അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 2 കോടിക്കുള്ളതാണോ ചെയ്യേണ്ടത്? പ്രോജക്റ്റ് 4 കോടിയുടെ ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന സബ്സിഡി 2 കോടി ആയിരിക്കും. ലോൺ 2 കോടിയുടെ ആയിരിക്കും. അതിന്റെ ഇൻട്രസ്റ്റ് എങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് മെൻഷൻ ചെയ്യുന്നുണ്ടോ, അല്ലെ ബാങ്കിന്റെ ഡിപ്പെൻഡ് അപ്പോൺ ബാങ്ക് ആണോ? 2 കോടിയുടെ പലിശയായിരിക്കും നിങ്ങൾക്ക് ബാധകമായി വരിക. മറ്റത് സബ്സിഡി ആയിരിക്കും. അല്ല, ഇൻട്രസ്റ്റ് പെർസെന്റേജ് ബാങ്കുകളാണ് പറയുന്നത്, അല്ലാതെ ഗവൺമെന്റിന് അതിനകത്ത് കൺട്രോൾ ഇല്ല. ഓക്കെ, പിന്നെ ഓക്കെ. സാറേ, ഈ 200 പശുക്കളെ വളർത്തുന്ന കാര്യത്തില് നമ്മള് ഒരേ ഏരിയയിൽ തന്നെ ഈ 200 പശുക്കളെ വളർത്തണം, അതോ ഒരു JLG ഗ്രൂപ്പ്, അതായത് ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ആണെങ്കിൽ പല 1-2 ഏരിയകളിലായിട്ട് വളർത്തിയാൽ മതിയോ? ഇല്ല, ഒരു സ്ഥലത്ത് തന്നെ വേണ്ടി വരും. ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് ആണെങ്കിലും ഇവർ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആളുകളായിരിക്കും വരിക, ഞങ്ങളുടെ ആളുകളും കാണും. പക്ഷേ അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ ഈ സബ്സിഡി വരിക. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സ്ഥലത്ത് തന്നെ വേണം. നിങ്ങൾ വികസിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യം ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കണം. പല വീടുകളിൽ 200 പശുവിനെ നിർത്തിയിട്ട് കാര്യമില്ല. സാർ, മറ്റൊരു ഡൗട്ട് ഉണ്ട്. ഇത് ലോൺ എടുക്കാതെ ചെയ്യുകയാണെങ്കിൽ ഈ സബ്സിഡിക്ക് കിട്ടുമോ? എന്തോ? ലോൺ എടുക്കാതെ ഈ പ്രൊജക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. അതിന് വേണ്ടുന്ന നിങ്ങളുടെ ആ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആ NDDBയുടെ സൈറ്റിൽ നോക്കിയാൽ അറിയാം. വ്യക്തികൾക്ക് സ്വന്തമായി പകുതി പൈസ എടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് നിങ്ങളുടെ ആനുവൽ റിട്ടേൺസും നിങ്ങളുടെ ബാക്കിയുള്ള ബാങ്ക് ഗ്യാരണ്ടിയും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അത് കാണിച്ചാൽ തീർച്ചയായിട്ടും പരിഗണിക്കും, അവരെടുക്കും കേട്ടോ. ലോൺ വേണമെന്ന് നിർബന്ധമില്ല. സാറേ, എന്റെ പേര് സിബി എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ സംസാരിക്കുന്നത്. പറയൂ സാറേ, ഞാനൊരു പന്നി വളർത്തൽ കർഷകനാണ്. അപ്പം എനിക്കുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ സർക്കാർ നടത്തിയ കുറെ പരിശീലന പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിന് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഒന്നുമില്ല. എനിക്ക് എലിജിബിലിറ്റി ഉണ്ടായിരിക്കും. അതെ, ഞാൻ നമ്മുടെ അടുത്തുള്ള വെറ്ററിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ എലിജിബിലിറ്റി വരുമോ? കിട്ടും. വെറ്ററിനറി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെറ്ററിനറി ഡോക്ടറാണ് ഇതിൽ പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെ പന്നി വളർത്തുന്ന ആളാണെന്നും നിങ്ങൾക്കിതിൽ പന്നി വളർത്താൻ താല്പര്യമുണ്ടെന്നും കുറേ അനുഭവം ഉണ്ടെന്നും വെറ്ററിനറി ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ് വേണ്ടത്. പശു വളർത്തലിൻ്റെ കാര്യത്തിലും ഇത് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനോടൊപ്പം അത് നിങ്ങൾ വയ്ക്കേണ്ടി വരും. അത് മതിയാവും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പന്നി വളർത്തുന്ന പ്രസവക്കൂടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിന്റെ അകത്ത് എന്റെ അനുഭവം വെച്ചെന്ന് പറയുന്നത്, ഒരു പന്നീനെ മിനിമം ഞങ്ങൾ 2 പ്രാവശ്യം പ്രസവിപ്പിക്കും. 2.5 പ്രാവശ്യമാണ് ഞങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിന് പന്നി വളർത്തലിന് ഇപ്പൊ 50 പന്നിയെ ഒന്നിച്ച് പ്രസവിപ്പിക്കാനുള്ള കൂടെ ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് ചെയ്യുന്നത് പറയുന്നത് മാസം ഇത്ര പ്രസവം എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ഇപ്പൊ 100 പന്നി വരുമ്പോൾ 6 മാസം കൊണ്ട് 100 പന്നി പ്രസവിച്ചു വരിക, 5 മാസം കൊണ്ട് 100 പന്നിനെ പ്രസവിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അന്നേരം എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം 20 പന്നിക്കൂട് പ്രസവിക്കേണ്ട വരുന്നില്ല. അപ്പൊ 20 പന്നിയുടെ പ്രസവക്കൂട് മതിയായിരിക്കും. കാരണം ഇപ്പൊ മറ്റേന്ന് പറയുന്നത് 50 ഒന്നിച്ച് പ്രസവിക്കുക എന്ന് പറയുന്നത് ഒരു പലപ്പോഴും പ്രായോഗികമല്ല. കാരണം എന്ന് വെച്ചാല് അതിന്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പിന്നെ അതിന്റെ ആൺപന്നികളുടെ എണ്ണം 10 എണ്ണം പോരായിരിക്കും. കാരണം ഒരേ സമയത്ത് ബ്രീഡാകാൻ പറ്റത്തില്ല, പല പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്ക് 20 എണ്ണത്തിന്റെ മതിയായിരിക്കും, അതായത് 50 എണ്ണത്തിന്റെ പ്രസവക്കൂട് ആവശ്യമുണ്ടോ? നിങ്ങൾ സൈസ് എന്ന് പറയുന്നത് ഇത് ഈ മോഡൽ പ്രോജക്റ്റ് ഇപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഈ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പറഞ്ഞ 25 ലക്ഷം രൂപ വരെ സബ്സിഡി കിട്ടും. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ എണ്ണം കാര്യങ്ങളൊക്കെ 30 ലക്ഷമാണ് സബ്സിഡി. 30 ലക്ഷം വരെ സബ്സിഡി ഉണ്ട്. അപ്പോൾ 60 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് കൊടുക്കാം. അതല്ല, ഇനി നിങ്ങൾ കുറച്ചുകൂടെ അല്പം പന്നിയുടെ കാര്യത്തിൽ കുറച്ച് താഴ്ന്നാലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്. പക്ഷേ മിനിമം എണ്ണം ഇത്രയും വേണം കേട്ടോ. നിങ്ങൾ പൈസ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യേണ്ടി വരും. മിനിമം എണ്ണം വയ്ക്കണം. ഓക്കെ സാറേ, വേറെ ഒരു കാര്യം, ഈ പന്നികൾക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇതുവരെ നമ്മുടെ അനുഭവത്തിൽ കണ്ടിട്ടില്ല. ഒരിടത്ത് നമ്മൾ പലതും നോക്കിയിട്ട് പന്നിക്ക് ഇൻഷുറൻസ് വരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും ഇൻഷുറൻസ് ഉള്ളതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമോ? എൻ്റെ അറിവിൽ മൃഗസംരക്ഷണ വകുപ്പിൽ ഇപ്പോൾ ഇതുവരെയും പന്നികളുടെ ഇൻഷുറൻസ് ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയാണോ?
ഇതിനകത്ത് നമുക്ക് അപ്രോച്ച് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒന്ന് ഇൻഷുറൻസ് കമ്പനികളുമായിട്ട് ആലോചിക്കട്ടെ. പന്നികളുടെ ഇൻഷുറൻസ് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഒരു പന്നി എന്നായിരിക്കില്ല, ഒരു 25 പന്നി അല്ല 50 പന്നി എന്നുള്ളൊരു ഗ്രൂപ്പിനായിരിക്കും ഇൻഷുറൻസ് വരാൻ സാധ്യതയുള്ളത്. അത് നമുക്ക് നോക്കാം. സ്റ്റോക്ക് ഇൻഷുറൻസ് ആണ്. ഓക്കെ സാറേ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഈ ഓക്കെ സാറേ, ഞാൻ അത് വിട്ടുപോയി. ഞാൻ ചോദിക്കാൻ വന്നത് അടുത്ത സംസാരിക്കാം. അല്ല, അത് ഞാൻ ഇതിൽ വരുന്നുണ്ടോന്ന് അറിയാൻ ചെക്ക് ചെയ്യുന്നത്. ചോദിച്ചോളൂ. അടുത്ത ആൾ സംസാരിക്കാം. സാറേ നമസ്കാരം. നമസ്കാരം, പറയണം പ്ലീസ്. സാറേ, ഇതില് ബിഗിനേഴ്സിന്, അതായത് ഒരു ന്യൂ ടു എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഒരാൾ പറയൂ പ്ലീസ്. സാറേ, പുതുതായി ഈ സംരംഭത്തിലേക്ക് വരുന്ന എന്റർപ്രണേഴ്സിനെ ബാങ്കുകളെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു പക്ഷേ ബാങ്കുകൾ അതിന് തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ KSIDCO, KFCO, അതുപോലെ KSFEO പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തി നമുക്ക് അതിലേക്ക് എന്തെങ്കിലും സ്കീം കൊണ്ടുവന്ന് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതുകൊണ്ട് ഈ പദ്ധതിയുടെ ഇതനുസരിച്ച് ഷെഡ്യൂൾഡ് ബാങ്കുകളും സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തരുമെന്നാണ് കേന്ദ്ര പദ്ധതിയിൽ പറയുന്നത്. അപ്പോൾ ബാങ്കുകൾ അങ്ങനെ വിമുഖത കാണിക്കത്തില്ല. ഇപ്പോൾ നമ്മളെല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയും ഇത് കിട്ടും. അങ്ങനെയാണ് ഇവരുടെ ഇതിൽ പറയുന്നത്. ബാങ്ക്സ് ഓൾവേസ് പുതിയ ഒരാൾ വരുമ്പോഴത്തേക്ക് ഒരു എന്റർപ്രണർഷിപ്പിലേക്ക് വരുമ്പോ അവരെ മാക്സിമം ഡിമോട്ടിവേറ്റ് ചെയ്യാനാണ് ബാങ്ക്സ് ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഒരു 200%, 300% കൊളാട്രൽ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ ഒരു 100% കൊളാട്രലിന് പോലും ചെയ്തു തരാനായിട്ട് ബാങ്ക്സ് അതിന് ഒത്തിരി വിമുഖത കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ KSIDCO, KFCO, KSFEO പോലുള്ള സ്ഥാപനങ്ങള് ഗവൺമെന്റിന്റെ കൂടി ഒരു സപ്പോർട്ടോട് കൂടി 100% എങ്കിലും കൊളാട്രലിന് ഇത് തയ്യാറായി കഴിഞ്ഞാൽ ഇത് വലിയൊരു തോതിലേക്ക് നമുക്കിത് ആൾക്കാരിലേക്ക്, കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റും. നമുക്ക് ഇതൊരു നല്ല എൻറ്റിറ്റി ആയിട്ട് കൊണ്ടുപോകാനും പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. അപ്പോൾ അഥവാ അങ്ങനെ ഒരു ബാങ്കിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് KSFE പോലുള്ള സ്ഥാപനങ്ങളെ അപ്രോച്ച് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ആകെ ഉള്ള ഒരു വിഷയം, പ്രോജക്റ്റ് ഭംഗിയായിട്ട് നമ്മൾ ഈ പറയുന്ന ലൈനിൽ വരണം. ഈ പറയുന്ന രേഖകളും കാര്യങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കാര്യവും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. അതും പറയാം. കാരണം ഇത് വളരെ കൃത്യമായ ഗൈഡ് ലൈൻസോട് കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ സ്കീം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. സാറേ, ഞാൻ സിബി തന്നെയാണ്, മൂവാറ്റുപുഴയിൽ തന്നെ, എറണാകുളം ജില്ലയിൽ നിന്ന്. ഓക്കെ സാറേ, ഞാൻ ഡൗട്ട് തോന്നുന്നത്, ഞാൻ ചെറിയൊരു ഫാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കത് അപ്ഗ്രേഡ് ചെയ്ത് ഈ 100 എണ്ണത്തിന്റെ ഫാമിലേക്ക് 100 ഫാമിലേക്കും അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമോ? അതിനപ്പം അനുമതി ഉണ്ടായിരിക്കുമോ പന്നി വളർത്തലിലേക്ക് കേസിന്? ഇല്ല, ഇത് പുതിയ ഫാമായിട്ട് തന്നെ വരണം. നിങ്ങളിപ്പോൾ ഒരു ഫാം 50 പന്നിയുടെ ഉണ്ടെങ്കിൽ അതവിടെ നടക്കട്ടെ. നിങ്ങൾക്ക് അഡീഷണലായിട്ട് ഒരെണ്ണം പുതിയത് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രഡേഷൻ അല്ല, പുതിയതാണ്, ക്രിയേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 അവിടെ നിൽക്കട്ടെ. ഇത് വേറൊരു എൻറ്റിറ്റി ആയിട്ട് വരണം. സാറേ നമസ്കാരം. പറയണം. നമസ്കാരം സാറേ. NDDBയുടെ ഭാഗത്ത് നിന്ന് ഇത്രയൊക്കെ കർഷകർക്ക് നൽകുമ്പോഴും ഞങ്ങൾ ഈ NDDBയുടെ ഈറോഡ് ക്യാമ്പസിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ NDDBയുടെ സമയം ഉപയോഗിച്ച് ഇൻസിമിനേഷൻ ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പുതിയൊരു ലൈഫ് സ്റ്റോക്ക് ഇൻസിമിനേഷൻ നിയമം അനുസരിച്ച് ഇവിടെ രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളി ബോർഡിന്റെ സമയം എടുത്തെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ എന്ന് ഒരു ക്ലോസ് വെച്ചിട്ടാണ് പുതിയൊരു നിയമം. നമ്മളിപ്പോ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. സോറി, അറിയിപ്പിന് വേണ്ടിയിട്ട് അതായിക്കോട്ടെ, ഞാൻ അറിയുന്നുണ്ട് കേട്ടോ, ഞങ്ങൾ അറിയുന്നുണ്ട്. കേരളി ബോർഡിന്റെ ആൾക്കാരോട് ഉണ്ടായതുകൊണ്ട് അവരോട് കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം കേട്ടോ. ഇതിപ്പോ സ്കീമിന്റെ ആണേ. സാറേ, ഈ സ്കീമുകളിൽ ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും? എന്തെല്ലാം രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയും? ചാരിറ്റബിൾ സൊസൈറ്റികൾക്ക് പറ്റുമല്ലോ. നമ്മൾ സെക്ഷൻ 8 എന്ന് പറയുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. രജിസ്റ്റേർഡ് ആയിരിക്കണം. കൃത്യമായ രീതിയിൽ രജിസ്ട്രേഷനും നിങ്ങളുടെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ സാധ്യതയില്ല. നോക്കാം നമുക്ക്. അങ്ങനെയുണ്ടോ? എന്തോ എത്ര വർഷം രജിസ്റ്റർ ചെയ്ത് എത്ര വർഷം? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ വാലിഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ കിട്ടും. അതോടൊപ്പം തന്നെ ഇതിന് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ, അതായത് ബ്രാഞ്ചുകൾക്ക് വേറെ തുടങ്ങാൻ പറ്റുമോ?
വേറെ വേറെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഓരോന്ന് ഇതായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ KLD ബോർഡിന് തുടങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇനി ഇത് അങ്ങനെ ഒരു സ്കീം ഇപ്പോൾ 2-4 കോടിയുടെ ഞങ്ങൾ എടുക്കണമെങ്കിൽ ഞങ്ങളൊരു സെക്ഷൻ 8 വേറൊരു കമ്പനി തുടങ്ങേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഓരോന്നും ഓരോ പ്രത്യേക കമ്പനിയായി വന്നതാണെങ്കിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സൊസൈറ്റിക്ക് ഒന്നേ കിട്ടുള്ളൂ. ഓക്കെ സാറേ, മുമ്പേ സംസാരത്തിൻ്റെ അകത്ത് നിന്നേ ഈ പുതിയ ഫാമുകൾക്കാണ് ഇത് നമുക്ക് സബ്സിഡി കിട്ടുന്നതെന്ന് പറഞ്ഞു. അതെ. അപ്പൊ അതിന് മുൻപ് സാറ് പറഞ്ഞിരുന്നു ഇത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തമ്മിൽ ഒരു മാച്ച് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നുന്നു. കാരണം ഞാനൊരു പുതിയ എന്റർപ്രണർ ആയിട്ട് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ എനിക്ക് ഇത് ആയിട്ട് പരിചയമില്ല എങ്കിൽ എനിക്ക് അങ്ങനെ ഒരു പുതിയ ഫാമിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും? ഇതിന്റെ ഈ സർട്ടിഫിക്കറ്റ് എങ്ങനെ കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും? അപ്പൊ എനിക്കിതൊരു തടസ്സമായിട്ട് തീരുമോ? ഇല്ല, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു തടസ്സമല്ല. ഇപ്പോൾ എക്സ്പീരിയൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് നേരത്തെ ഉള്ള പരിചയമാണ്, അതല്ലെങ്കിൽ നേരത്തെ ഡോക്ടർ രാജീവ് പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു ട്രെയിനിങ് എടുക്കാം. ഇതിൻ്റെ ഒരാഴ്ചത്തെ ട്രെയിനിങ് KLD ബോർഡോ മൃഗസംരക്ഷണ വകുപ്പോ തരുന്നതിന് തടസ്സമില്ല. അത് മതി. ട്രെയിനിങ് ബാർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. താങ്ക് യു. ഇനി ചോദിക്കാമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കൂ പ്ലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഉണ്ടോ? സാറേ, സ്വന്തമായിട്ട് സ്ഥലമില്ല എങ്കിൽ ഇത് ലീസിന് എടുക്കുന്നതിന് തടസ്സമുണ്ടോ? ഇല്ല, ലീസിനെടുക്കാം. മിനിമം 5 വർഷത്തേക്കുള്ള ലീസ് എഗ്രിമെന്റിന്റെ പകർപ്പ് നിങ്ങൾ വയ്ക്കേണ്ടി വരും. 5 ഏക്കർ സ്ഥലം 5 വർഷം. സാറേ, ഒരു കാര്യം ഞാൻ ഇൻ ബിറ്റ്വീൻ ഇടയ്ക്കിടയ്ക്ക് കണക്ഷൻ പോകുന്നുണ്ടായിരുന്നു. കാര്യം ഇതിന് മുന്നേ ആരെങ്കിലും ചോദിച്ചോന്ന് അറിയില്ല. നമുക്ക് കാറ്റിൽ ഫീഡിന്റെ പ്രൊഡക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം എത്ര വരെ നമുക്ക് ലോൺ പ്രോജക്റ്റ് അവൈലബിൾ ആവും സാർ? കാറ്റിൽ ഫീഡ് ഇതിൽ പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്നത് ഫോഡർ ബ്ലോക്കാണ്. ഫോഡർ ബ്ലോക്ക് നിർമ്മാണമാണ്, അല്ലാതെ കോമ്പൗണ്ടഡ് കാറ്റിൽ ഫീഡ് അല്ല. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതെന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ജ്യോതിഷ് പറഞ്ഞ പോലെ ഇത് വൈക്കോല് ഇങ്ങനെയൊക്കെയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് തീറ്റ കട്ട, അല്ലെങ്കിൽ ഇപ്പോൾ കേരള ഫീഡ്സൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ മുതലമട പ്ലാന്റിൽ ചെയ്യുന്ന പോലെ ഫോഡർ ബ്ലോക്കുകളാണ്. ഡെൻസിഫൈഡ് ബ്ലോക്കുകൾ എന്നാണ് ഇതിന് പറയുന്നത്. അത് കാലിത്തീറ്റ അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഈ ബ്ലോക്കുകൾക്കാണ് ഈ പദ്ധതി കിട്ടത്തുള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇതിന് ക്വസ്റ്റ്യൻ വല്ലതും ഉണ്ടോ? പിന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ട്, വെബിനാറിൻ്റെ ഒരു ബ്രീഫ് ഇംഗ്ലീഷിലെ PDF ഞങ്ങൾ വെബ്സൈറ്റിൽ ഇടാം. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. സർ, അത് ഇംഗ്ലീഷിലല്ലാതെ മലയാളത്തിലും കൂടെ സംവിധാനം തീർച്ചയായിട്ടും രണ്ടിലും ഇടാം. സാറേ, സൈറ്റ് ഓപ്പൺ ആകുന്നത് എത്രാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും? നമുക്കോ? ഇത് എങ്ങനെയാലും 20-ാം തീയതി ആവും. നവംബർ 20 ആവും. 20 ആകും. ഇനി ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. സൈലേജ് യൂണിറ്റിന്റെ പ്രൊജക്ടിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട ടൈം ആയോ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട്? അതാ ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ പറയുന്നു. ആ 2 കോടിയുടെ പശുവിൻ്റെ പ്രോജക്റ്റ് മാത്രമാണ് NDDB എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ബാക്കി പ്രോജക്റ്റുകളുടെ ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞ് നമ്മൾ വിളിക്കുകയുള്ളൂ. അത് പത്രത്തിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നിങ്ങൾ വന്നവരുടെ മൊബൈൽ നമ്പറുകൾ നിങ്ങളുടെ ഈ ചാറ്റ് ബോക്സിൽ കൊടുക്കാമെങ്കിൽ നിങ്ങളെ ഓൺലൈൻ ഞങ്ങൾ വാട്സാപ്പിലൂടെ എങ്ങനെയും അറിയിക്കാം. ഞങ്ങളുടെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഒക്കെ വെബ്സൈറ്റുകളിൽ ഇത് പബ്ലിഷ് ചെയ്യും. അതിനുശേഷമേ ഇത് ചെയ്യുള്ളൂ. 1 മാസത്തെ സമയമെങ്കിലും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അതൊന്ന് സേവ് ചെയ്തോണേ നമ്പറുകൾ. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ? കേൾക്കുന്നുണ്ട്. സാറേ, ഞാൻ സിബിയാണ് ഒരിക്കൽ കൂടി. സിബി സാറേ, ഇപ്പൊ നമ്മൾ താല്പര്യപത്രം കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഇത് അറിയിക്കാൻ വേണ്ടി ഏതെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കും? അതെല്ലാം അതിൽ പറയുന്നുണ്ടാവും. അതാ പറയുന്നത്. ആ നോട്ടിഫിക്കേഷനിൽ
ഓരോ ഫോർമാറ്റ് ഉണ്ട്, ഓരോ ഫോർമാറ്റിൻ്റെ കൂടെയും എന്തൊക്കെ വയ്ക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അത് അനുസരിച്ച് വെച്ചാൽ മതി കേട്ടോ. ഈ താല്പര്യപത്രം ക്ഷണിക്കുക എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സൈറ്റിലിടും. നിങ്ങൾക്കത് ഫ്രീ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം ഈ അറ്റാച്ച്മെൻറ്റ്സ് സഹിതം നിങ്ങൾക്ക് തിരിച്ചു തരാം. അത് ഓൺലൈനാകാം, അതല്ലാതെ നമുക്ക് സ്വീകരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അപ്പോൾ അന്നേരം നിങ്ങളുടെ ഡോക്യുമെൻ്റ് എന്തൊക്കെ വേണമെന്നുള്ള അതിൽ പറഞ്ഞിട്ടുണ്ടാവും, അത് വെച്ചാൽ മതി. സാറേ ഒന്നുകൂടി ചോദിച്ചോട്ടെ സാറേ, ഈ കോഴി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലെ ഫാമുകളിലെ സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു മെഡിസിനേഷൻ അല്ലെങ്കിൽ ഒരു അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ സർക്കാർ എത്രത്തോളം ഇതിൽ ഇടപെടും, എന്നാലല്ലേ നമുക്കൊരു ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സാർ ഒന്ന് വിശദീകരിക്കാമോ എങ്ങനെയാണെന്നുള്ളത്? അല്ല, അത് ഇടപെടുക എന്ന് പറയുന്നത് ഈ ബാങ്കബിൾ പ്രോജക്റ്റുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോക്കലായിട്ടുള്ള മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായവും തരും. KLD ബോർഡിൻ്റെ ആളുകളും തരും. എല്ലാ സർക്കാർ ഏജൻസികളും ഇതിനകത്ത് സഹകരിപ്പിക്കുന്ന രീതിയിലുള്ള നിർദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞു. ഗവൺമെൻറ് തലത്തിൽ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, അത് കിട്ടും. പിന്നെ പഞ്ചായത്തും മറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഡോക്ടർ രാജീവ് പറഞ്ഞ പോലെ ലൈസൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി വളരെ വിജയകരമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഏതായാലും ഇത് വെരിഫൈ ചെയ്യും. നിങ്ങൾ തരുന്ന ഓരോ അപേക്ഷയും സൈറ്റിൽ വന്ന് നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് പോവുകയുള്ളൂ. കിട്ടുന്ന അപ്പോൾ അതൊരു വ്യവസായത്തിന്റെ രീതിയിലേക്കല്ലേ സാറേ വരുന്നത്? ആയിരിക്കും, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള ഒരുപിടി പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്. അതെല്ലാം നമ്മളുടെ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് KLDB അതിലെന്തെങ്കിലും നടപടികൾ എടുത്തത് സോൾവ് ചെയ്യുമോ? അല്ല, നമ്മൾ അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഇതിൽ വരാതെ നമുക്ക് നോക്കാം. നിലവില് ഞാൻ ചോദിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ പൊല്യൂഷൻ പ്രശ്നങ്ങൾ, അങ്ങനെ അതെ, അതാണല്ലോ ഞാൻ പറഞ്ഞു. ഈ പൊല്യൂഷൻ പ്രശ്നങ്ങൾ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുന്നത്. അതിന് നിങ്ങൾക്ക് റൂൾസ് ഉണ്ടല്ലോ. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പഞ്ചായത്ത് റൂൾസും ബിൽഡിംഗ് റൂൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടേ നിങ്ങളുടെ പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുള്ളൂ. അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കണം. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നമുക്ക് സഹായിക്കാവുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ നിയമങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഒരു സഹായവും പ്രതീക്ഷിക്കരുത്. നിയമാനുസൃതമായി അതിന് സഹായങ്ങൾ ചെയ്യാം. ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ ഒരുപിടി മുട്ടക്കോഴികളെല്ലാം ജനങ്ങളുടെ ഇടയിൽ വിതരണം ചെയ്ത ഒരുപിടി പ്രൊജക്ടുകളുണ്ട്. പക്ഷെ ഇതെല്ലാം അവരുടെ കയ്യിൽ ചെന്നിട്ട് അവരിത് എന്ത് ചെയ്യുന്നു, കോഴി ജീവിച്ചിരിപ്പുണ്ടോ, തീറ്റ കിട്ടുന്നുണ്ടോ, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. വെറുതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രം നടക്കുന്നുള്ളൂ. ഇതിന്റെ പിന്നാലെ അതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു എൻക്വയറിയോ അല്ലെങ്കിൽ ഒരു അതിന് വേണ്ടി മോണിറ്റർ ചെയ്യുന്ന ഒരു വീക്കോ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സ്വയം പര്യാപ്തതയിലേക്ക് 5 വർഷം മുമ്പ് നമുക്ക് എത്താമായിരുന്നു. അത് താങ്കൾ പറഞ്ഞാൽ ശരിയാണോ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ പൈസയാണ് മുടക്കുന്നത്. അപ്പോൾ അതിന് മറ്റത് നിങ്ങൾക്ക് സർക്കാരിൻ്റെ പദ്ധതികളാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. രണ്ടും രണ്ടാണ്. നിങ്ങളുടെ പൈസ മുടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യും. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകാനും പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. രണ്ടും രണ്ട് വിഷയമാണ്. നമുക്കിവിടെ മാർക്കറ്റ് കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ സാറ് ചിന്തിച്ചു. നമ്മളുടെ പണം മുടക്കി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ മാർക്കറ്റ് കണ്ടെത്താനായിട്ട് ഒരുപിടി ബുദ്ധിമുട്ടുകളുണ്ട്. ഈ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, ഇടവില. അപ്പൊ ഇതെല്ലാം കമ്പയർ ചെയ്ത് പോകുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഹെൽപ്പിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. മൃഗാശുപത്രികളിൽ ചെന്നു കഴിഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഞാൻ എല്ലാ ആശുപത്രികളെയും കുറ്റം പറയുകയല്ല, വളരെ അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞാനത്. അല്ല, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ പരിശ്രമിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോൾ താങ്കൾ കൊടുക്കുന്ന പദ്ധതിയുടെ സമയത്ത് ഞങ്ങൾ ലോക്കൽ ഡോക്ടറുമായിട്ടും കൂടെ അവിടെ വരാം. വന്നിട്ട് ഞങ്ങളുടെ ആളുകൾ നോക്കി നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയും. നമുക്ക് പരമാവധി സഹായിക്കാം കേട്ടോ. ഇടയ്ക്ക് പറഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, നെറ്റിന്റെ വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് കേൾക്കാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഇങ്ങനെ ഒരു ഗൂഗിൾ മിഷന്റെ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് കൺസെന്റ് പേഴ്സൺ ആരായിരിക്കണം സാറേ? നമുക്കൊരു കൺസൾട്ടേഷൻ നൽകാനും അങ്ങനെ ഉള്ള ഒരു ഇൻഫർമേഷൻ തരാമോ? ഞാനിപ്പോൾ നിങ്ങളുടെ ഈ ഇൻബോക്സിലേക്ക് തന്നെ NDDBയുടെ സൈറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇത് ഡൗൺലോഡ് ചെയ്യാം. അവർ തന്നെ അതിൻ്റെ അകത്ത് എല്ലാം പറയുന്നുണ്ട്. അതിൻ്റെ സാങ്കേതികത്വം എല്ലാം ഒരു ബഞ്ച് ഓഫ് പേപ്പറാണ് അവരുടെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം.
അതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്പറുകളിൽ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഞങ്ങൾ ചെയ്യാം. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ നമ്പറുകളിലോ KLD ബോർഡിൻ്റെ വെബ്സൈറ്റിലോ ഒരു കൊറിയായിട്ട് നിങ്ങൾക്ക് ഇട്ടാൽ നമുക്കതിന് മറുപടി തരാം. പറയൂ. ഹലോ. പറയൂ. കാസർഗോഡ് നിന്നാണ് സാറേ. ഇത് ഞാൻ കഴിഞ്ഞ മാസം 25-ാം തീയതി മുതൽ ഇൻഷൂറിന് അപേക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഈ കാര്യമല്ല, അന്ന് ഞാൻ ചോദിച്ചത് സാറേ, അത് ഇതുവരെയായിട്ട് നമുക്ക് ഇൻഷൂർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അത് ബ്ലോക്ക് സൈറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അത് എന്തുകൊണ്ട് എപ്പോൾ തീരുമെന്ന് അറിയാൻ പറ്റുമോ സാറേ? അതേതായാലും ഈ വെബിനാർ മൃഗസംരക്ഷണ വകുപ്പിലെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളും അവർക്ക് പാസ് ഓൺ ചെയ്യാം. അവർ അത് നോക്കും, തീർച്ചയായിട്ടും നോക്കും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി പേരെന്താ? ഇപ്പൊ ഇവിടെ ഒരു മിനിറ്റ്, ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ വന്നത്, ഒരു രമണ നവാബ് ജാൻ ഹൂം ടു കോൺടാക്ട് ഇൻ എ ലോക്കൽ ബേസിസ്. ഇതിനകത്ത് ലോക്കൽ കോൺടാക്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് ഞങ്ങൾ നമ്പറുകൾ തന്നതും വെബ്സൈറ്റ് തന്നതും. അവരെ മാത്രം ബന്ധപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. ലോക്കലായിട്ട് ആരെയും കോൺടാക്ട് ചെയ്താൽ ഈ സ്കീമിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ കിട്ടത്തില്ല. അത് അവരുടെ നമ്പേഴ്സാണ്. ഓക്കെ, പറയൂ. ഒരു ക്വസ്റ്റ്യൻ, ഈ നമുക്ക് ഈ ഗൂഗിൾ മിഷന്റെ പ്രോജക്റ്റേ നമുക്ക് നമ്മുടെ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണല്ലോ. അതുകൊണ്ട് കേരളത്തിലേക്ക് ഇത്ര സ്കീമുകൾ എന്നോ അല്ല ലിമിറ്റ് വല്ലതും ഒരു ലിമിറ്റും വെച്ചിട്ടില്ല. ഇല്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. 29/11 അവസാനത്തെ ഡേറ്റ്. അതിനുള്ളിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് സഹിതം എല്ലാം സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സഹായിക്കാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാം. അങ്ങനെ എണ്ണം പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ സാറേ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വെബിനാർ ആയിരുന്നു. ഇത് കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. താങ്ക് യു. അതെ സാർ, വളരെയധികം നന്ദി, വളരെ നന്ദി സാർ. അപ്പോൾ ഇതിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറയൂ പ്ലീസ്. ഞാനിതിന്റെ ഇടയ്ക്ക് നെറ്റ് കട്ടായി പോയതുകൊണ്ട് ഇത് ആരെയും ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മളൊരു സൊസൈറ്റി ഈ പ്രോജക്ട് ഏറ്റെടുക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരു 50 ലാഖിന്റെ പ്രൊജക്ട് ആണല്ലോ ഈ റിലേറ്റഡ് ടു പൗൾട്രി. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഇത് നമ്മളിപ്പോ ഈ പ്രൊജക്ട് ആയിട്ട് ഏറ്റെടുക്കുമ്പോൾ നമ്മള് ഇത് ഒരു സൊസൈറ്റി ഇത് ഒറ്റ സ്ഥലത്താണോ ഈ പ്രൊജക്ടിന്റെ കംപ്ലീറ്റ് പ്ലാന്റ് ഇൻഫ്രാസ്ട്രക്ചർ വരേണ്ടത്, അതോ നമുക്കിത് വീതിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല, ഒരാളിന് ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, സൊസൈറ്റി ഒന്ന്, അതിനൊരു പ്രോജക്റ്റ്, അതൊറ്റ സ്ഥലത്താണ്. നിങ്ങൾക്ക് ഷെയർ ഇട്ട് ചെയ്യാം. നിങ്ങളുടെ വിഹിതം നിങ്ങൾക്ക് ബാക്കി അംഗങ്ങളുടെയോ നിങ്ങളുടെ സഹ സൊസൈറ്റികളുടെയൊക്കെ ഷെയർ അതിനകത്ത് ക്രോഡീകരിച്ച് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ അത് ഒരിടത്തേ പറ്റൂ. അത് താങ്കളുടെ സൊസൈറ്റിയുടെ പേരിലായിരിക്കണം, ഒരെണ്ണേ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഈ സാറ് പറഞ്ഞു 1000 ഫീമെയിലും 100 മെയിലും, അതായിരുന്നല്ലോ റേഷ്യോ. അത് ഈ പ്രോജക്റ്റിൽ പറയുന്ന പോലെ. അതെ. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഈ ഇത്രയും പേർക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റ് ആണല്ലോ കാണുന്നത്. അത് അല്പം കൂടുതലാണ്. നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞ ആ സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് അത്ര എണ്ണം നിങ്ങൾക്ക് കൂടുതൽ ഇടാം. നിങ്ങൾക്ക് കേട്ടോ, അതിനൊന്നും തടസ്സമില്ല. മിനിമം ആണ് അവർ ഈ പറയുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കോഴികൾ ഇടാം, അത് നിങ്ങൾക്ക് ലാഭകരമല്ലേ. അപ്പൊ നമ്മളിപ്പോ ഇപ്പൊ നമ്മളിപ്പോ 50 lakhs ആണ് ഗവൺമെന്റ്, 25 lakhs ആണല്ലോ സബ്സിഡി 25 lakhs. നമ്മളിപ്പോ 50 lakhs ആണ്. ഇപ്പൊ ഇതിന് മുകളിലാണ് പ്രൊജക്ട് വരുന്നതെങ്കിൽ നമുക്ക് മാക്സിമം 25 അത്രേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് വലിയ പ്രോജക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഇതേ കിട്ടുള്ളൂ. അത്രയും നിങ്ങൾ ലോൺ ബാധ്യതയും വരും. 50% ലോണിന്റെ ബാധ്യത വരും പ്രോജക്റ്റ് വലുതാകും തോറും. ഓക്കെ. അപ്പൊ 50 lakhsന്റെ പ്രൊജക്ട് ആണെങ്കിൽ 25 lakhsന്റെ ലോണ്, 25 lakhs സബ്സിഡി. ഇനി നിങ്ങൾ 100 ലക്ഷത്തിന്റെ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സബ്സിഡി എന്ന് പറയുന്നത് 25 ലക്ഷം ആയിരിക്കും. അതിന് ലിമിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഹലോ. പറയൂ പ്ലീസ്, കേൾക്കുന്നുണ്ട്. ഫോൺ നമ്പർ, സംശയങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഒന്നുകൂടി പറയാമോ? ഫോൺ നമ്പർ ഓൾറെഡി നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്.
944 600 4276 4276 4277 4277 4278 3 നമ്പറിലും വിളിക്കാം. താങ്ക്സ്. ഓക്കെ, ഇനി ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം സാർ, നമുക്ക് ഈ നമ്മളിപ്പോ ഈ ഉണ്ടാക്കിയെടുക്കുന്ന ഇപ്പൊ ഒരു ഹാച്ചറി സെറ്റപ്പ് അല്ലെങ്കിൽ ഹാച്ചറിയിൽ നിന്ന് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങള്, അതിന്റെ മാർക്കറ്റിങ്ങിന് നമ്മുടെ ഗവൺമെന്റിന്റെ നിന്ന് നമുക്ക് വല്ല ഹെൽപ്പോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടോ ഉണ്ടാവോ? അത് നമ്മൾ തന്നെ മാർക്കറ്റ് കണ്ടുപിടിച്ച് നമ്മൾ തന്നെ അതിന്റെ സെയിലായിരിക്കും? എനിക്ക് തോന്നുന്നത് നമുക്ക് കെപ്കോ പോലുള്ള സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. നമുക്കത് ആലോചിക്കേണ്ടതാണ്. ഒരു മാർക്കറ്റിംഗ് അങ്ങനെയോ മൃഗസംരക്ഷണ വകുപ്പിന്റെ വഴിയോ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സൗകര്യം ഇതിൽ അവൈൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഗവൺമെന്റ് പഞ്ചായത്ത് സ്കീംസിനൊക്കെ പോകുന്നത് എഗർ നഴ്സറികൾ വഴി മാത്രമാണ്. അത് ശരിയാ. ഓക്കെ. അപ്പൊ നാളെ ഒരു ഇത് വെറ്റിനറി റീജിയണൽ പൗൾട്രി ഫാംസ് എന്നാണ് അവർക്ക് കോഴിക്കുഞ്ഞുങ്ങൾ കിട്ടുന്നതും. അവിടെ അത് കഴിഞ്ഞ് എഗർ നഴ്സറിക്കാർ അവിടെ നിന്ന് ആ കുഞ്ഞുങ്ങളെടുത്ത് തിരിച്ച് ഗവൺമെന്റ് തരുന്നുണ്ട്. നമ്മളിപ്പോ ഗവൺമെന്റിന്റെ ഈ ഒരു സ്കീം അവൈൽ ചെയ്തിട്ട് പറയൂ. ഹലോ, നമ്മളിപ്പോ ഗവൺമെന്റിന്റെ പ്രോജക്ട് അവൈൽ ചെയ്തിട്ട് നമ്മൾ ഈ സാധനം ചെയ്യുവാണ്, നമ്മുടെ പ്രോജക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് ഈ കോഴിക്കുഞ്ഞുങ്ങൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ 2000 കുഞ്ഞ് പെർ വീക്ക് എന്നായിരുന്നല്ലോ സാറ് പറഞ്ഞത്. അപ്പൊ ഈ 2000 കുഞ്ഞ് പെർ വീക്ക് എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞ ഒരു ലിസ്റ്റ് ഓഫ് കോഴികൾ അവിടെ തന്നിരുന്നു ഗവൺമെന്റ് ഇതിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ കോഴികളുടെ ബ്രീഡുകൾ മാത്രമാണ് എടുക്കേണ്ടത്. അല്ല, അത് ഈ പറയുന്നത് തന്നെയാണ് എടുക്കേണ്ടി വരിക. പിന്നെ കേരളത്തിൻ്റെതായ ബ്രീഡ് അതിലുണ്ടായിരുന്നു. കേരളത്തിന്റെ 3 ബ്രീഡ് അതിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ തന്നെ 3 ബ്രീഡുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ബ്രീഡുകൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് നമ്മുടെ ഇവിടത്തെ പ്രോജക്ട്സിനെ ഇപ്പൊ നിങ്ങൾ എഗർ നഴ്സറി ത്രൂ ആണെങ്കിൽ എഗർ നഴ്സറികൾക്ക് ഗവൺമെന്റ് പ്രോജക്ട്സ് ഗവൺമെന്റ് റീജിയണൽ പൗൾട്രി ഫാംസിന് കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നുള്ള കുഞ്ഞുങ്ങൾ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ? നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അത് അവരും കൂടെ തീരുമാനിക്കണം നിങ്ങളുടെ നിന്ന് എടുക്കണമെന്നുള്ളത്. കൊടുക്കുന്നതിന് തടസ്സമൊന്നുമില്ല, ആർക്കും കൊടുക്കാം. അങ്ങനെ അതൊക്കെ ദാറ്റ് ഈസ് ഫൈൻ. അപ്പൊ ഗവൺമെന്റിന്റെ നമുക്ക് അവരൊക്കെ നിങ്ങളിപ്പോ ഡയറക്റ്റ് ചെയ്യുമല്ലോ ഇന്ന സ്ഥലത്തുനിന്ന് കുഞ്ഞുങ്ങളെ എടുക്കാമെന്നുള്ളത് നമുക്ക് പറയാം തീർച്ചയായിട്ടും. അതാ ചോദിച്ചത്, ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മൾ ഈ പ്രോജക്ട് അവൈൽ ചെയ്യുന്നവർക്ക് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, ഈ സമയത്ത് നമ്മുടെ ഡിസ്ട്രിക്ട് മൃഗ ഓഫീസർ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ഈ പറഞ്ഞ കണക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഈ പ്രോജക്ട്സ് വരുന്നത് നമ്മൾ കുറെ കാര്യങ്ങൾ മൃഗസംരക്ഷണം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഇത് താഴെ തട്ടിലുള്ള കർഷകന് ഒന്നും കിട്ടുന്നില്ല. അല്ല, അതെ, അത് അവർ മൃഗസംരക്ഷണ വകുപ്പിലെ ആളുകൾ കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഇപ്പൊ എനിക്കിവിടെ ഒരു മറുപടി തരാനില്ല. അവരെ ഞാൻ ഇതിൽ കണ്ടു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല, അത് പക്ഷേ എനിക്കിപ്പോൾ അവരോട് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്നിട്ട് പറയാൻ പറ്റില്ല മാഡം. അത് അവർ കേൾക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നമുക്ക് നോക്കാം. കാരണം ഒരിക്കലും അവിടെ നിന്നുള്ള ഒരു പ്രോജക്ട്സ് നമ്മുടെ താഴെയുള്ള ഫാമേഴ്സിന്റെ കയ്യിലോട്ട് എത്തുന്നില്ല. അല്ല, അത് വരും. അതിനുള്ള വഴികളാണ് ഗവൺമെന്റ് ഇപ്പൊ ചെയ്യുന്നത്. അതിന്റെ ഒരു ആദ്യ പടിയായിരുന്നു നമ്മളിപ്പോൾ ഒരു വലിയ പ്രോജക്ട്സുകൾ വരുന്നത്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ക്ഷീരവികസന വകുപ്പൊക്കെ ജില്ലാതലത്തിൽ സെമിനാറുകൾ നടത്തുന്നുണ്ട്. അതുപോലെ മൃഗസംരക്ഷണ വകുപ്പും നടത്താൻ പോകുന്നുവെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷേ പലപ്പോഴും ആളുകൾ ഇതുപോലെ താല്പര്യമെടുത്ത് മുമ്പോട്ട് വന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായി എന്നും നിങ്ങളുടെ അടുത്തെത്തില്ലെങ്കിലും പല ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ ഇത് വരുന്നുണ്ട്. പത്രങ്ങളിലൂടെ കൂടുതൽ അറിയിക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറോടും നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അദ്ദേഹം അത് ചെയ്യും കേട്ടോ. ഓക്കെ സാറേ, ജില്ലാതലത്തിൽ സെമിനാർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ക്ഷീരവികസന വകുപ്പിന്റെ ഓൾറെഡി ഞാനത് അറിയാൻ കാര്യം ഞങ്ങൾക്ക് ലെറ്റർ വന്നിരുന്നു. അവർ ഈ നവംബറിൽ തന്നെ അത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറഞ്ഞത്. ദയവായി തെറ്റിദ്ധരിക്കരുത്. നേരത്തെ മാഡം ചോദിച്ച കാര്യമാണ്. എനിക്ക് മനസ്സിലായി. പക്ഷെ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും നമ്പർ എന്തെങ്കിലും ഒന്ന് തരാമോ? നമ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല. നിങ്ങൾ ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേരള എന്ന് മാത്രം വെബ്സൈറ്റിൽ കൊടുത്താൽ അവരുടെ സൈറ്റ് വരും. അതിനകത്ത് നമ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ വളരെ എളുപ്പമാണ് ആക്സസ് ചെയ്യാൻ. ഓഡിയോ ക്ലിയർ ആവുന്നില്ല. ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചാൽ മതി. ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റ് വരും.
കേരള കേട്ടോ, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കേരള വരും. അതുപോലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് കേരള വരും. ലൈഫ് സ്റ്റോക്ക് കേരള വന്ന് കൊടുത്തു കഴിഞ്ഞാൽ KLD ബോർഡ് വരും. അപ്പോൾ അതിനകത്തെല്ലാം കോൺടാക്ട് നമ്പേഴ്സ് ഉണ്ട്, ആരെ വേണേലും വിളിക്കാം കേട്ടോ. സെമിനാറിന്റെ ഡീറ്റെയിൽസ് അതിൽ കിട്ടാ മതി അല്ലേ? മതിയാവും. പറയൂ സഫേഷ് എന്നോ പറയൂ. അല്ല കോർണറിലെ ഹലോ പറയണം സാറേ. എന്റെ ജില്ലാ ആപ്ലിക്കേഷൻ വഴി എല്ലാ ഗവൺമെന്റ് ഓഫീസുകളുടെ നമ്പറും അവൈലബിൾ ആണ്. നമ്മുടെ മലയാളത്തിൽ തന്നെ അവൈലബിൾ ആണ്. എന്റെ ജില്ലാ ഗവൺമെന്റ് ആപ്ലിക്കേഷൻ ആണ്, നമ്മളിപ്പോ പുറത്തിറക്കിയതാണ്. അതെ, അപ്പോൾ വളരെ ക്ലിയർ ആയല്ലോ. എൻ്റെ ജില്ല എന്ന് പറയുന്ന ആപ്പിൽ എല്ലാ നമ്പേഴ്സും ഉണ്ട്. ഗവൺമെന്റിന്റെ ഏത് ഓഫീസിന്റെയും നമ്പർ കിട്ടും. ഓക്കെ. ഒരു ഫാദർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഫാദർ കിട്ടുന്നില്ല, അദ്ദേഹം ലെഫ്റ്റ് ദ മീറ്റിംഗ്. ഓക്കെ, ഇനി ചോദ്യങ്ങളില്ല എന്ന് തോന്നുന്നു. വളരെയധികം നന്ദി. ഇതിൽ സഹകരിച്ച എല്ലാ സംരംഭകർക്കും, പ്രോസ്പെക്റ്റീവ് സംരംഭകർക്കും, കർഷകർക്കും, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾക്ക്, മൃഗസംരക്ഷണ വകുപ്പ്, KLD ബോർഡ്, ക്ഷീരവകുപ്പ്, മറ്റിതര വകുപ്പുകളിലെ എല്ലാവർക്കും ഈ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ ചടങ്ങിൽ ഇവിടെ പങ്കെടുത്ത ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്കും, മിനിസ്റ്ററുടെ ഓഫീസിലെ ആളുകൾ, എൻ്റെ സഹപ്രവർത്തകർ എല്ലാവർക്കും, അതുപോലെ ഈ പരിപാടി ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ നമുക്ക് വന്നു, എന്നിരുന്നാലും ഒടുവിൽ അത് ഭംഗിയാക്കി തന്ന ഫൈസലിനും അദ്ദേഹത്തിൻ്റെ ടീമിനും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.